രചന സുറുമ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്നൂഞ്ഞേരി. അനന്യ വയറ് മുറുക്കി പിടിച്ച് ഗൈനക്കോളജി റിസപ്ഷൻ കൗണ്ടറിൽ നിന്നു. മുഖം മുഴുവൻ വിയർപ്പിൽ മുങ്ങിയിരുന്നു. ഗൈനക്കോളജിസ്റ്റിനെ കാണണം, അല്പം വേദനയോടെ അവൾ പറഞ്ഞു. റൂം നമ്പർ 12 പോയിക്കോളൂ മാം. റിസപ്ഷനിസ്റ്റ് റൂം കാണിച്ചു കൊടുത്തു. അവൾ വേദനയോടെ ആ റൂമിലേക്ക് നടന്നു. എന്നാൽ ഡോക്ടറെ കണ്ടതും അവളുടെ ഹൃദയം ഒരു നിമിഷം താളം തെറ്റി. ആ വരവ് അനന്യയുടെ വിരലുകൾ വിറച്ചു. 4 വർഷമായി അവൾ ആ മനുഷ്യന്റെ മുഖം പോലും കണ്ടിട്ടില്ല. വേറെ ഡോക്ടർ ഇല്ലേ? അവൾ അല്പം ഗൗരവത്തോടെ ചോദിച്ചു. ഇപ്പൊ അവൈലബിൾ അല്ലേന്ന് തോന്നുന്നു മാം. എമർജൻസി ആണെങ്കിൽ ഡോക്ടർ ആരവിനെ കാണണം, സിസ്റ്റർ പറഞ്ഞു. അവൾ കണ്ണുകളടച്ചു. വേദന വയറ്റിൽ നിന്ന് ശരീരം മുഴുവൻ പടരുന്ന പോലെ തോന്നി. മനസ്സിലാ മനസ്സോടെ അവൾ ചെയറിൽ പോയിരുന്നു. എന്നാൽ ആരോ പ്രത്യേകിച്ച് ഭാഭേദങ്ങളൊന്നും ഇല്ലാത്തന്നെ ഇരുന്നു. വെള്ളക്കോട്ട്, കഴുത്തിൽ സ്റ്റെതസ്കോപ്പ്, അതേ കണ്ണുകൾ, പക്ഷേ പഴയ ചിരിയില്ല. പേരെന്താ? അനന്യ. അവളുടെ തൊണ്ട വരണ്ടു. മറന്നുപോയി കാണും. ആരെങ്കിലും നമ്മൾക്കൊരു നേരം പോക്കായിരുന്നല്ലോ, അവൾ മനസ്സിലോർത്തു. എവിടെയാണ് പെയിന്? ലവ് അബ്ഡമൻ. സിൻസ് വെൻ? 2 ദിവസമായി. ഇന്ന് മോർണിംഗ് വല്ല കൂടി. ആൻ ഫയലിൽ എന്തോ കുറിച്ചു. എനി വോമിറ്റിംഗ്, ഫീവർ? ഇല്ല. ആരോ സീറ്റിൽ നിന്ന് എഴുന്നേറ്റു. എക്സാമിനേഷൻ വേണം. അനന്യ പെട്ടെന്ന് തല ഉയർത്തി. ഇവിടെ ഇതൊക്കെ ചെയ്യാൻ ഫീമെയിൽ ഡോക്ടേഴ്സ് ആരുമില്ലേ? അനന്യ, അവൻ ശാന്തമായി പറഞ്ഞു. ഐ ആം യുവർ ഡോക്ടർ റൈറ്റ് നൗ. ഇന്ന് സൺഡേ ആണ്. വേറെ എവിടെ പോലും ഇന്ന് ഡോക്ടേഴ്സ് അവൈലബിൾ ആയിരിക്കില്ല. സോ എന്നോട് കോപ്പറേറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അവൻ പ്രൊഫഷണലായി തന്നെ പറഞ്ഞു. അവൾ പതിയെ എക്സാമിനേഷൻ ബിഡിലേക്ക് അയറിക്കണം. ആരവിന്റെ വിരലുകൾ അവളുടെ വയറിനരികിലെത്തിയപ്പോൾ അവൾ അറിയാതെ കണ്ണുകൾ അടച്ചു. അവൻ പരിശോധിക്കുമ്പോൾ മുഖത്ത് പൂർണ്ണ ഗൗരവം മാത്രമായിരുന്നു. ഡസ് ഇറ്റ് പെയിൻ ഹിയർ? അവൻ അല്പം അമർത്തിയപ്പോൾ അവൾ വേദനയോട് ചെറുതായി ഞരങ്ങി. ആരവിന്റെ മുഖം കടുപ്പമായി. വൈ ഡിഡ് യു വെയിറ്റ് ദിസ് ലോങ്? പെയിൻ തുടങ്ങിയപ്പോൾ തന്നെ വരേണ്ടതായിരുന്നില്ലേ? അവൾ അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. ആരോ ഫയലെടുത്ത് അതിൽ നോട്ട് ചെയ്യാൻ തുടങ്ങി. പീരീഡ്സ് റെഗുലർ ആണോ? ലാസ്റ്റ് പീരീഡ്സ് ഡേറ്റ്? അവൻ കുറിച്ചെടുത്തു. പിന്നെ ചെറിയ മൗനത്തിന് ശേഷം ചോദിച്ചു. സെക്ഷലി ആക്റ്റീവ് ആണോ? ആ ചോദ്യം കേട്ട നിമിഷം അനന്യയുടെ വിരലുകൾ മുറുകി. അവൾ മുഖം തിരിച്ചു. ഞാൻ മാരീഡ് അല്ല. ഐ ആസ്ക്ഡ് ഇഫ് യു സെക്ഷലി ആക്റ്റീവ്, നോട്ട് വെദർ യു ആർ മാരീഡ്. ഞാൻ അത്രക്കാരിയല്ല. എൻ്റെ സംസ്കാരം അങ്ങനെയല്ല, അവൾ അല്പം കടുപ്പിച്ച് പറഞ്ഞു. അവൾ എക്സാമിനേഷൻ ബെഡിൽ നിലനിൽക്കാൻ ശ്രമിച്ചപ്പോൾ പെട്ടെന്ന് വേദന കൊണ്ട് ചെറുതായി തളർന്നു. അനന്യ, ആരോ പെട്ടെന്ന് അവിടെ അരയിൽ പിടിച്ചു. അവളുടെ ശരീരം അവൻ്റെ നെഞ്ചിലേക്ക് വീണു. എനിക്ക് ആരുടെയും സഹായം വേണ്ട. അനന്യ പെട്ടെന്ന് അവൻ്റെ കൈമാറ്റി പിന്നോട്ട് നിന്നു. ആരോ ഒരു നിമിഷം അവളെ നോക്കി. ആ കണ്ണുകളിൽ എന്തോ മിന്നിപ്പോയെങ്കിലും അടുത്ത നിമിഷം വീണ്ടും അതേ പ്രൊഫഷണൽ എക്സ്പ്രഷൻസ്. ഫൈൻ. അവൻ പതുക്കെ അവളെ വിട്ടു. അനന്യ വേദന മറച്ചേൽക്കാൻ ശ്രമിച്ചെങ്കിലും മുഖം വിളറി വെളുത്തിരുന്നു. ആരോ വീണ്ടും തന്റെ ചെയറിലിരുന്ന് പ്രിസ്ക്രിപ്ഷൻ പാഡ് എടുത്തു. സൗർ ഇൻഫെക്ഷൻ ആവാൻ ചാൻസ് ഉണ്ട്, പക്ഷെ സ്കാൻ ചെയ്യാതെ കൺഫേം ചെയ്യാൻ പറ്റില്ല. അവൻ മരുന്നുകൾ എഴുതി. ഈ മെഡിസിൻസ് ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. പെയിൻ കൂടി വന്നാൽ ഇമ്മീഡിയറ്റ്ലി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവണം. അനന്യ ഒന്നും പറയാതെ പ്രിസ്ക്രിപ്ഷൻ വാങ്ങി. അവൾ തിരിഞ്ഞടക്കാൻ തുടങ്ങിയപ്പോൾ ആരവിന്റെ ശബ്ദം വീണ്ടും കേട്ടു. 3 days കഴിഞ്ഞ് ഫോളോ അപ്പ് വരണം. അവൾ നടത്തം നിർത്തി, പക്ഷെ തിരിഞ്ഞു നോക്കിയില്ല. അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നില്ല. ആരോ ചെറിയൊരു നിശ്വാസം വിട്ടു. പേഷ്യൻ്റായിട്ട് വരണോ വേണ്ടതെന്നൊക്കെ നിന്റെ ചോയ്സാണ്, പക്ഷെ ഡോക്ടറായിട്ട് പറയേണ്ട എൻ്റെ കടമയാണ്. അനന്യ മറുപടിയൊന്നും പറഞ്ഞില്ല. റൂമിന് പുറത്തേക്ക് ഇറങ്ങിയതും അവളുടെ ഹൃദയം ശക്തമായി മിടിച്ചു. 4 വർഷങ്ങൾക്ക് ശേഷം അവന് വീണ്ടും കണ്ടു തന്നെ അവൾ അകത്തോളം കുലുക്കിയിരുന്നു. എന്നാൽ അതിലും കൂടുതൽ അവളെ വേദനിപ്പിച്ച് ആരവിന്റെ കണ്ണുകളിൽ ഒരു പരിചയമില്ലാത്ത അകലം നിറഞ്ഞിരുന്നതായിരുന്നു. ഒരിക്കൽ തന്റെ കണ്ണുകളിലേക്ക് മാത്രം നോക്കി ചിരിച്ചിരുന്ന ആ മനുഷ്യൻ ഇന്ന് വെറും ഡോക്ടർ മാത്രമായി മാറിയിരുന്നു. അനന്യ കയ്യിൽ പ്രിസ്ക്രിപ്ഷൻ മുറുകെ പിടിച്ച് ഹോസ്പിറ്റലിന്റെ പുറത്തേക്ക് നടന്നു. മഴ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. കാറിലേക്ക് കയറുമ്പോൾ അറിയാതെ അവിടെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു. റൂമിന്റെ വാതിലടഞ്ഞ ശബ്ദം കേട്ടതും ആരോ കണ്ണുകൾ മുറുക്കി അടച്ചു. ഒരു ദീർഘനിശ്വാസം അവന്റെ നെഞ്ചിൽ നിന്ന് പുറത്തു വന്നു. അവന്റെ വിരലുകൾ അറിയാതെ വിറക്കുന്നുണ്ടായിരുന്നു. സർ, നെക്സ്റ്റ് പേഷ്യന്റ്. 2 minutes, അവൻ നേഴ്സിനോട് പറഞ്ഞു. നേഴ്സ് പുറത്തേക്ക് ഇറങ്ങിയതും ആരോ കസേരയിലേക്ക് ചാരിയിരുന്നു. അനന്യ. ഹോസ്പിറ്റൽ എൻട്രൻസിൽ അവളെ കണ്ട നിമിഷം തന്നെ അവന്റെ ഹൃദയം ക്രമാതീതമായി മിടിച്ചിരുന്നു. വേദന കൊണ്ട് വയറ് പൊത്തി പിടിച്ചു നിൽക്കുന്ന അവളെ CCTV സ്ക്രീനിൽ കണ്ടപ്പോഴേ അവന്റെ ഹൃദയം നിയന്ത്രണം വിട്ടിരുന്നു. സർ, റൂം നമ്പർ 7 മായ അവൈലബിൾ ആണ്. പേഷ്യന്റ് അങ്ങോട്ട് അയക്കട്ടെ? റിസപ്ഷനിസ്റ്റ് ഇന്റർകോം വഴി ചോദിച്ചപ്പോൾ ഒരു നിമിഷം പോലും ആലോചിക്കാമെന്ന് പറഞ്ഞിരുന്നു. നോ, സെൻഡ് ടു മൈ റൂം. 4 വർഷത്തിന് ശേഷം അവളെ കണ്ടിട്ട് മറ്റൊരു ഡോക്ടറെ അടുത്തേക്ക് വിടാൻ കഴിഞ്ഞില്ല. അവൾ ഫീമെയിൽ ഡോക്ടറില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഒരു നിമിഷം അവൻ കള്ളം പറയുകയായിരുന്നു. ഡോക്ടർമായ താഴത്തെ ഫ്ലോറിലുണ്ടായിരുന്നു. പക്ഷെ അനന്യ തന്റെ റൂമിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന അവന് ചിന്തിക്കാനായില്ല. ആരോ കൈകളാൽ മുഖമൊന്ന് അമർത്തി. എക്സാമിനേഷൻ ബെഡിൽ വേദന കൊണ്ട് വരച്ചപ്പോൾ പഴയ അനന്യയിലേക്ക് അവന്റെ ഓർമ്മകൾ പോയി.
പനി പിടിച്ച് കിടന്നപ്പോൾ ഡോക്ടറോടൊന്ന് പോകലേ എന്ന് പറഞ്ഞ് തന്റെ കൈ പിടിച്ചു വെച്ചവളുടെ മുഖം അവന്റെ മനസ്സിലേക്ക് വന്നു. അവൾ തളർന്ന് തന്നെ നെഞ്ചിലേക്ക് വീണ നിമിഷം. ഒരു നിമിഷത്തേക്ക് അവൻ ഡോക്ടറാണെന്നതിനെ മറന്നുപോയിരുന്നു. ആ പഴയ പെർഫ്യൂമിന്റെ മണം പോലും ഇന്നും അവന് തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നു. 4 വർഷങ്ങൾ കഴിഞ്ഞിട്ടും. ആരോ പതുക്കെ കണ്ണുകളടച്ചു. വായി അനന്യ. അവൻ സ്വയം മുറുമുറുത്തു. ആള് വീണ്ടും നഷ്ടപ്പെടാൻ അവന് ഇനി ശക്തിയില്ലായിരുന്നു. അവന്റെ മനസ്സ് 4 വർഷങ്ങൾ പുറകിലേക്ക് പോയി. വയനാട്ടിലെ ഒരു ചെറിയ ആദിവാസി ഗ്രാമം. മഴ കഴിഞ്ഞ മണ്ണിന്റെ മണം മുഴുവൻ വായുവിലും ഉണ്ടായിരുന്നു. മെഡിക്കൽ ക്യാമ്പിന്റെ തിരക്കിൽ മുഴുകിയിരിക്കായിരുന്നു ആരോ. അന്ന് അവന് MD കഴിഞ്ഞ് പ്രാക്ടീസ് ചെയ്യുകയായിരുന്നു. ഡോക്ടർ സർ, നെക്സ്റ്റ് പേഷ്യൻറ്റ്. ആരോ തലപോലും ഉയർത്താ പ്രിസ്ക്രിപ്ഷൻ എഴുതിക്കൊണ്ടിരുന്നു. അപ്പോഴാണ് പുറത്തുനിന്ന് വലിയ ചിരി കേട്ടത്. ഒരു പെൺശബ്ദം. ആരോ ചെറുതായി നെറ്റി വിളിച്ച് പുറത്തേക്ക് നോക്കി. അവിടെയായിരുന്നു അവൾ. കയ്യിലൊരു നോട്ട്ബുക്ക്, കഴുത്തിൽ ID കാർഡ്. മഴയിൽ നനഞ്ഞ മുടി അലക്ഷ്യമായി കെട്ടിവെച്ചിട്ടുണ്ട്. അനന്യ BSW സ്റ്റുഡൻ്റായി കമ്മ്യൂണിറ്റി വിസിറ്റിന് വന്നതായിരുന്നു അവൾ. ഒരു ട്രൈബൽ കുട്ടിയുടെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുന്നു. ഇഞ്ചക്ഷൻ അടിക്കില്ലേ? എന്താ ചോക്ലേറ്റ് ഇല്ല? അവൾ കുട്ടിയെ ഭീഷണിപ്പെടുത്തി. ചേച്ചി ഫസ്റ്റ് നിങ്ങളെടുക്കൂ. കുട്ടി തിരിച്ചു പറഞ്ഞു. ചുറ്റും ഉണ്ടായിരുന്നവർ ചിരിച്ചു. അനന്യ മുഖം ചൊളിച്ചു. ഞാൻ ബ്രേവാണ് കേട്ടോ. അത് പറഞ്ഞ് തിരിഞ്ഞപ്പോൾ നേരെ ആരവിന്റെ നെഞ്ചിലിടിച്ചു. കയ്യിലെ ഫയൽസ് മുഴുവൻ താഴെ വീണു. ഊപ്സ്. അവൾ താഴെ കുനിഞ്ഞ് പേപ്പേഴ്സ് എടുക്കാൻ തുടങ്ങി. സോറി ഡോക്ടർ. ആരോ ആദ്യമായി അവളുടെ മുഖം വ്യക്തമായി കണ്ടു. വലിയ കണ്ണുകൾ, തുടർച്ചയായി സംസാരിക്കുന്ന ചുണ്ടുകൾ, മുഖം മുഴുവൻ ജീവൻ നിറഞ്ഞ എക്സ്പ്രഷൻസ്. അവൻ കുറച്ച് നിമിഷത്തേക്ക് മറുപടി പറയാൻ പോലും മറന്നു. ഡോക്ടർ. അനന്യ കൈവീശി. ആരോ പെട്ടെന്ന് റിയാലിറ്റിയിലേക്ക് തിരിച്ചു വന്നു. ഓഹ്, ഇറ്റ്സ് ഓക്കെ. എന്തിനെങ്ങനെ മസിൽ പിടിച്ചിരിക്കുന്നേ? ഒന്ന് ചിരിക്കു ഡോക്ടർ സർ. അവൾ കളിയാക്കി. ഞാനിവിടെ കോമഡി ഷോ നടത്താൻ വന്നല്ല. അയ്യോ ദേഷ്യക്കാരൻ. അവൾ പതുക്കെ പറഞ്ഞു. ആരോ അത് കേട്ടു. എന്താ പറഞ്ഞേ? ഒന്നില്ല ഡോക്ടർ. അവൾ ചിരിയടക്കാൻ ശ്രമിച്ചു. ആ ദിവസം മുഴുവൻ അവൾ ക്യാമ്പിലുടനീളം ഓടി നടക്കുകയായിരുന്നു. കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നു, വയസ്സായ സ്ത്രീകളോട് സംസാരിക്കുന്നു. ആരും അറിയാതെ അവൾ നോയിക്കൊണ്ടേയിരുന്നു. ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ പേഷ്യൻസ് ഇല്ലാതെ ക്യാമ്പ് അല്പം ശാന്തമായി. ആരോ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കണ്ടത് ഒരു ചെറിയ ട്രൈബൽ കുഞ്ഞിനെ മടിയിൽ കിടത്തി പാട്ടുപാടുന്ന അനന്യെ. കുഞ്ഞവളുടെ ദുപ്പട്ട പിടിച്ചിരിക്കുന്നു. ഒരു നിമിഷത്തേക്ക് ആരോ ശ്വാസമെടുക്കാൻ പോലും മറന്നവളെ നോക്കിപ്പോയി. അവൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു പെൺകുട്ടി എങ്ങനെ നോക്കുന്നത്. അവൾ സുന്ദരിയായിരുന്നു എന്നുകൊണ്ടല്ല, അവൾ വന്നിടം മുഴുവൻ ജീവൻ നിറക്കുന്ന ഒരാളായതുകൊണ്ട്. അപ്പോഴാണ് അവന്റെ ഫ്രണ്ട് സിദ്ധു പിന്നിൽ വന്ന് ചെവിയിൽ പറഞ്ഞ്, മച്ചാനെ നീ പോയി. എന്ത്? ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. സിദ്ധു ചിരിച്ചു. ആരും ഉടനെ നിഷേധിച്ചെങ്കിലും അവന്റെ കണ്ണുകൾ വീണ്ടും അനന്യയിലേക്കായിരുന്നു പോയത്. കാരണം അന്നേ ദിവസം തന്നെ അവൻ മനസ്സിലാക്കിയിരുന്നു ആ പെൺകുട്ടി തന്നെ സമാധാനം മുഴുവൻ കവർന്നെടുത്തു എന്ന്. ആ 10 ദിവസത്തെ ക്യാമ്പ് അവരുടെ ജീവിതം മുഴുവൻ മാറ്റിമറിച്ച ദിവസങ്ങളായിരുന്നു. ആദ്യ 2 ദിവസവും ആരും അനന്യെ മൈൻഡ് ചെയ്യാത്ത പോലെ അഭിനയിച്ചു. പക്ഷെ അതൊന്നും അനന്യയ്ക്കൊരു പ്രശ്നമായിരുന്നില്ല. ഡോക്ടർ, ഈ മെഡിസിൻ നെയിം എങ്ങനെയാ പ്രൊനൗൺസ് ചെയ്യുന്നേ? ഡോക്ടർ, ഈ കുഞ്ഞ് ഇഞ്ചക്ഷൻ മേടിച്ച് ഓടിപ്പോയി. ഡോക്ടർ, നിങ്ങൾക്ക് ചിരിക്കാനൊക്കെ അറിയോ? അവൾ ദിവസം ഓരോ കാരണം കണ്ടുപിടിച്ച് അവനെ ബുദ്ധിമുട്ടിക്കാൻ പോകും. ആരോ പുറത്ത് ദേഷ്യം കാണിച്ചെങ്കിലും അവളുടെ കുസൃതികളെല്ലാം മനസ്സിൽ ആസ്വദിക്കുന്നുണ്ടായിരുന്നു. ഒരു ദിവസം ക്യാമ്പ് കഴിഞ്ഞ് എല്ലാവരും കൂടി വില്ലേജ് സ്കൂളിന്റെ വരാന്തയിലിരുന്ന് ഭക്ഷണം കഴിക്കുകയായിരുന്നു. അനന്യയുടെ കണ്ണ് നേരെ ആരവിന്റെ പ്ലേറ്റിലേക്ക് പോയി. ഡോക്ടർ, നിങ്ങൾ ഫിഷ് കറി ഇഷ്ടമല്ലേ? അല്ല. എന്നാ ഇത് എനിക്ക് തരാമോ? മറുപടി പറയുന്നതിന് മുമ്പേ അവൾ അവന്റെ പ്ലേറ്റിൽ നിന്ന് ഫിഷ് എടുത്തു. ഏയ്, ഷെയറിംഗ് ഈസ് കെയറിംഗ് ഡോക്ടർ. അവൾ കണ്ണിറുക്കി. ചുറ്റുമുണ്ടായിരുന്നവർ ചിരിച്ചു. ആരും അവളെ നോക്കി തലകുലിക്കെങ്കിലും ചുണ്ടിന്റെ കോണിൽ ചെറിയൊരു ചിരി വന്നു. അത് കണ്ട് അനന്യ കണ്ണ് വലുതാക്കി. ഫൈനലി ഡോക്ടർ സാറ് ചിരിച്ച്. രാത്രികളിൽ അവൻ ക്യാമ്പ് റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ അവൾ അവൻ്റെ അടുത്തിരിക്കും. നിങ്ങൾ ഇത്ര സൈലന്റ് ആവും റീസൺ എന്താ? എല്ലാവരും നിന്നെ പോലെ നോൺ സ്റ്റോപ്പായി സംസാരിക്കണമെന്നില്ല. ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾക്ക് ബോറാണോ? ആരോ ലാപ്ടോപ്പിൽ നിന്ന് തലയുയർത്തി അവളെ നോക്കും. അല്ല. ആളുടെ മുഖത്തോടെ തന്നെ ചിരിവിരിയും. അങ്ങനെ ചെറിയ ചെറിയ കോൺവെർസേഷൻസ് അറിയാതെ അവരുടെ ദിവസങ്ങളുടെ ഭാഗമായിരുന്നു. ഒരു വൈകുന്നേരം ക്യാമ്പ് കഴിഞ്ഞ് മഴ പെയ്യാൻ തുടങ്ങി. എല്ലാവരും ഓടി അകത്തേക്ക് കയറിയപ്പോൾ അനന്യ മാത്രം മഴയിൽ നിന്നു. കൈകൾ നീട്ടി കണ്ണടച്ച് മഴ ആസ്വദിക്കുകയായിരുന്നു അവൾ. അനന്യ, യു വിൽ ഗെറ്റ് സിക്ക്. അവൾ തിരിഞ്ഞ് ചിരിച്ചു. കാം ഹിയർ ഡോക്ടർ, മഴ ഫീൽ ചെയ്യണം. നിനക്ക് വട്ടാ? ആനേ. ആൾ കുഞ്ഞിനെ പോലെ ചിരിച്ചു. ആരോ അറിയാതെ അവളുടെ അടുത്തേക്ക് നടന്നു. മഴത്തുള്ളികൾ അവളുടെ കവിളിലൂടെ ഒഴുകി വീഴുകയായിരുന്നു. ആ നിമിഷം അവനിൽ നിന്ന് കണ്ണു മാറ്റാൻ അവനാവുന്നില്ലായിരുന്നു. എന്താ ഇങ്ങനെ നോക്കുന്നേ? അനന്യ പതുക്കെ ചോദിച്ചു. ആരോ ഒന്ന് തളർന്നു. ഏയ്, നത്തിങ്. അനന്യ കുറെ നേരം മഴയിൽ ഡാൻസ് കളിച്ചു. അടുത്ത ദിവസം രാവിലെ ക്യാമ്പ് മുഴുവൻ തിരക്കിലായിരുന്നു. പക്ഷേ അനന്യ എവിടെയും കാണാനില്ല. അവളുടെ ആരോ അറിയാതെ ചോദിച്ചു. സിദ്ധു ചിരിച്ചു. ഇന്നലെ മഴയിൽ ഡാൻസ് കളിച്ചില്ലേ? ഇപ്പൊ ഫീവറായിട്ട് കിടക്കുന്നു മാഡം. ആരവിന്റെ മുഖമുടനെ മാറി. എവിടെയാ? സ്കൂളിന്റെ ബാക്ക് റൂമിലാ. അവനൊന്നും പറയാതെ വേഗത്തിൽ അങ്ങോട്ട് നടന്നു.
ചെറിയ റൂം, ജാലകത്തിലൂടെ തണുത്ത കാറ്റ് അകത്തേക്ക് കയറുന്നുണ്ട്. അനന്യ ബ്ലാങ്കറ്റിൽ മൂടി കിടക്കുകയായിരുന്നു. മുഖം മുഴുവൻ ചുവന്നിരുന്നു. ആരോ അടുത്തിന്ന് നെറ്റിയിൽ കൈവച്ചതും അവൻ നെറ്റി വിളിച്ചു. ഹൈ ഫീവർ. അനന്യ പതുക്കെ കണ്ണു തുറന്നു. ഡോക്ടർ. ആൾ ക്ഷീണത്തോടെ ചിരിച്ചു. ഷടാ. അവന്റെ ശബ്ദം കടുപ്പമായിരുന്നു. ആരതിനോട് മഴ നിൽക്കാൻ പറഞ്ഞേ? കുട്ടിയാണോ നീ? മഴ നല്ല വൈബായിരുന്നു ഡോക്ടർ. വൈബ്? അവൻ ദേഷ്യത്തോടെ തെർമോമീറ്റർ എടുത്തു. 103 ഡിഗ്രി ഫീവർ ഉണ്ട്. ഹാപ്പിയാണോ ഇനി? അനന്യ ചുണ്ടുകൂപ്പി. നിങ്ങൾക്ക് എന്നെ വഴക്ക് പറയാൻ മാത്രമേ അറിയൂ? ബിക്കോസ് യു നെവർ ലിസൺ. അവൻ മരുന്നെടുത്ത് വെള്ളം കൊടുത്തു. കുടിക്ക്. അനന്യ കുട്ടിയെ പോലെ മുഖം ചുളിച്ചു. ടാബ്ലറ്റ് വലിയതാ ഇത്. ആരും അവളെ കുറച്ചു നേരം നോക്കിയെന്നു. പിന്നെ അറിയാതെ ചെറുതായെന്ന് ചിരിച്ചു. സീരിയസ്ലി? നീ 5 വയസ്സുകാരിയാണോ? മേ ബി. ആൾ ക്ഷീണത്തിലും ചിരിച്ചു. ആരവിന്റെ ഹൃദയം വീണ്ടും ഉരുകി. അവൻ ചെയർ വലിച്ചിട്ട് അവളുടെ അടുത്തിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അനന്യ ഉറക്കത്തിലേക്ക് വീണു. ഉറക്കത്തിൽ അവൾ ചെറുതായി വിറക്കുന്നുണ്ടായിരുന്നു. ആരവ് പതുക്കെ ബ്ലാങ്കറ്റ് ശരിയാക്കി. മുടി മുഖത്തേക്ക് വീണ് ഒതുക്കി മാറ്റുമ്പോൾ അവന്റെ വിരലുകൾ നിമിഷം നിശ്ചലമായി. അത്ര അടുത്ത് നിന്ന് അവളെ നോക്കുമ്പോൾ സ്വയം നിയന്ത്രിക്കാൻ ഒരു ബുദ്ധിമുട്ടായിരുന്നു. അവൻ പതുക്കെ എഴുന്നേറ്റ് പോവാൻ നിന്നപ്പോൾ അനന്യ അവന്റെ കയ്യിൽ പിടിച്ചു. ഉറക്കത്തിനിടയിലും പോവരുത്. ആരവിന്റെ ഹൃദയം ഒറ്റ നിമിഷം നിശ്ചലമായി. അവൻ തിരിഞ്ഞവളെ നോക്കി. അനന്യ കണ്ണുകൾ തുറക്കാതെ തന്നെ അവന്റെ കൈ മുറുക്കെ പിടിച്ചു. അമ്മ പോകുമ്പോഴും ഇങ്ങനെയായിരുന്നു. അവൾ പനിയുടെ ക്ഷീണത്തിൽ പിറുവിറുത്തു. ആരവിന്റെ കണ്ണുകളിൽ എന്തോ മാറി. അവൻ പതുക്കെ വീണ്ടും ചെയറിലേക്ക് ഇരുന്നു. ഓക്കെ, ഞാൻ പോകുന്നില്ല. അവളുടെ പിടിയാൽ പായഞ്ഞു. കുറച്ചു നേരം കഴിഞ്ഞ് അവൾ വീണ്ടും ഉറങ്ങി. ആരോ അവളെ നോക്കിക്കൊണ്ടിരുന്നു. അനന്യ അവനൊരു വീക്ക്നെസ്സായി മാറിക്കൊണ്ടിരുന്ന അവൻ മനസ്സിലാക്കി. ആ രാത്രി മഴ വീണ്ടും ശക്തിയായി പെയ്തു. കാറ്റ് മുഴുവൻ സ്കൂൾ ബിൽഡിങ്ങിന്റെ ജനലുകളിൽ അടിച്ചു കയറുകയായിരുന്നു. ക്യാമ്പ് മെമ്പേഴ്സ് എല്ലാം ഉറങ്ങിക്കഴിഞ്ഞിരുന്നു. പക്ഷെ ആരവിന് മാത്രം ഉറക്കം വന്നില്ല. അവൻ മൂന്നാമത് അനന്യയുടെ റൂമിലേക്ക് ചെന്നപ്പോൾ അവൾ ബ്ലാങ്കറ്റിന്റെ ഉള്ളിൽ വരച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അനന്യ. അവൻ നെറ്റിയിൽ കൈവച്ച മുഖം കടുപ്പമായി. ജാമിൻ, ഫീവർ കൂടിയല്ലോ. അവളുടെ ശരീരം മുഴുവൻ തീ പൊള്ളുന്ന പോലെ ചൂടായിരുന്നു. പക്ഷെ അവൾ തണുപ്പിൽ വിറക്കുന്നുണ്ടായിരുന്നു. തണുക്കുന്നു. അവൾ പനിക്കിടയിലും പിറുവിറുത്തു. ആരും ഉടനെ എക്സ്ട്രാ ബ്ലാങ്കറ്റ് കൊണ്ടൊന്ന് മൂടി. പക്ഷെ കുറച്ചു നേരം കഴിഞ്ഞിട്ടും അവളുടെ വിറയിൽ നിന്നില്ല. ആ ഗ്രാമത്തിൽ പ്രോപ്പർ മെഡിക്കൽ ഫെസിലിറ്റീസ് ഒന്നും ഇല്ലായിരുന്നു. നൈറ്റ് യാത്ര ചെയ്യാൻ പോലും പറ്റാത്ത മഴ. ആരോ ഫ്രസ്ട്രേഷൻ കൊണ്ട് കൈമുറുക്കി. അനന്യ, ലിസൺ ടു മീ. കണ്ണുറക്ക്. അനന്യ. അവൾ ബുദ്ധിമുട്ടി കണ്ണു തുറന്നു. ഷിവറിങ് സ്റ്റോപ്പ് ചെയ്യുന്നില്ലേ? അവൾ ചെറുതായി തലകുലുക്കി. അവളുടെ ആദരങ്ങൾ പോലും തണുപ്പിൽ വിറക്കുകയായിരുന്നു. ആരോ കുറച്ചേരം മിണ്ടാതെ നിന്നു. പിന്നെ പതുക്കെ ബെഡിലേക്ക് കയറി അവളുടെ അടുത്തിരുന്നു. അനന്യ ക്ഷീണത്തോടെ അവനെ നോക്കി. എന്താ? ബോഡി ചൂടാവണം, അല്ലെങ്കിൽ ഷവറിങ് കൂടും. അവൻ ബ്ലാങ്കറ്റ് ഇരുവരുടെയും മേൽ വലിച്ചിട്ടു. പിന്നെ വളരെ ശ്രദ്ധയോടെ അവളെ തന്നെ നെഞ്ചിലേക്ക് ചേർത്തു പിടിച്ചു. ആദ്യ നിമിഷം അനന്യയുടെ ശ്വാസം തടഞ്ഞു. ആരവിന്റെ ഹൃദയമിടിപ്പ് അവളുടെ ചെവിയരികിൽ വ്യക്തമായി കേൾക്കാമായിരുന്നു. റിലാക്സ്, അവൻ പതുക്കെ പറഞ്ഞു. അവന്റെ കൈകൾ അവളുടെ തണുത്ത വിരലുകൾ മുറുക്കി പിടിച്ചു. ഞാനിവിടെയുണ്ട്. ആ ശബ്ദത്തിൽ ഒരു വിചിത്രമായ സുരക്ഷയുണ്ടായിരുന്നു. അനന്യ പതുക്കെ കണ്ണുകൾ അടച്ചു. രാത്രി മുഴുവൻ അവൾ ഇടയ്ക്കിടെ വിറക്കുമ്പോൾ ആരും അവളെ കൂടുതൽ ചേർത്ത് പിടിക്കും. അവളുടെ നെറ്റിയിൽ വെറ്റ് ക്ലോത്ത് വെക്കും, മരുന്ന് കൊടുക്കും, വെള്ളം കുടിപ്പിക്കും. ഒരു നിമിഷം പോലും അവൻ ഉറങ്ങിയില്ല. പക്ഷെ അവന് ക്ഷീണം തോന്നിയില്ല. കാരണം ഓരോ തവണ അനന്യ വേദന കൊണ്ട് മുഖം ചുളിക്കുമ്പോൾ അവന്റെ നെഞ്ച് വേദനിക്കുകയായിരുന്നു. രാവിലെ ആയപ്പോൾ പനിയൽപ്പം കുറഞ്ഞ് മഴയും ശാന്തമായി. അനന്യയും പതുക്കെ കണ്ണുറന്നപ്പോൾ ആദ്യമായി കണ്ടത് ആരവിന്റെ മുഖമായിരുന്നു. അവൻ ഉറങ്ങിപ്പോയിരുന്നു. പക്ഷെ അവളുടെ കൈ ഇപ്പോഴും അവന്റെ കൈക്കുള്ളിലായിരുന്നു. അവളെ വിട്ടിട്ടില്ല. ആരവിന്റെ മുഖത്ത് ഉറക്കത്തിന്റെ ക്ഷീണം വ്യക്തമായിരുന്നു. അവന്റെ മുഖത്ത് നുണക്കുഴി ചിതറിയ മുടി, രാത്രി മുഴുവൻ ഉറങ്ങാതിരുന്നതിന്റെ തളർച്ച. അത് കണ്ട നിമിഷം അനന്യയുടെ ഹൃദയത്തിൽ എന്തോ പതുക്കെ ഉരുകി. ഒരു ഡോക്ടർ വേറൊരു പേഷ്യന്റിനെ ഇങ്ങനെ കെയർ ചെയ്യോ? അവൾ പതുക്കെ അവന്റെ മുഖത്തേക്ക് നോക്കി. പിന്നെ അറിയാതെ ചെറിയൊരു ചിരി അവളുടെ ചുണ്ടിൽ വിരിഞ്ഞു. അന്നേ നിമിഷം അനന്യ മനസ്സിലാക്കി താൻ വീണുപോയി എന്ന്. ആ ദേഷ്യക്കാരനായ ഡോക്ടറുടെ പ്രണയത്തിലേക്ക്. അനന്യ അവനെ നോയിക്കൊണ്ടിരുന്നു. ഉറക്കത്തിനിടയിൽ അവന്റെ കൈ അവളുടെ അരയ്ക്ക് ചുറ്റുമായിരുന്നു, അവളെ പ്രൊട്ടക്ട് ചെയ്യുന്ന പോലെ. അവളുടെ ഹൃദയം വീണ്ടും ശക്തമായി മിടിച്ചു. അപ്പോഴാണ് ആരോ ചെറുതായി അനങ്ങിയത്. പതുക്കെ കണ്ണു തുറന്ന് അവൻ ആദ്യം നോക്കിയത് അനന്യയുടെ മുഖത്തേക്കായിരുന്നു. ഫീവർ കുറഞ്ഞോ? അവൻ ഉറക്കച്ചെലവിൽ നെറ്റിയിൽ കൈവച്ചു. അവന്റെ വിരലിൽ തൊട്ട നിമിഷം അനന്യയുടെ ശ്വാസം ഒന്ന് തടഞ്ഞു. കുറവുണ്ട്. ആരോ ഒരു ദീർഘനിശ്വാസം വിട്ടു. പക്ഷെ അടുത്ത നിമിഷം തന്നെ അവന്റെ മുഖം വീണ്ടും കടുപ്പമായി. ഹാപ്പിയാണോ ഇനി? എന്തിന്? റെയിൻ ഡാൻസ് നടത്തിയതിന്റെ റിസൾട്ട് ഉണ്ടല്ലോ. അനന്യ ചിരിയടക്കാൻ ശ്രമിച്ചു. ഞാനൊന്ന് മഴ എൻജോയ് ചെയ്തല്ലേ. എൻജോയ്? ആരോ നേരെയിരുന്നു. 103 ഡിഗ്രി ഫീവർ വരെ എത്തി. രാത്രി മുഴുവൻ ഷെവർ ചെയ്തു.
ഇവിടെ പ്രോപ്പർ ഫെസിലിറ്റി പോലും ഇല്ല. എന്തെങ്കിലും സീരിയസ് ആയിരുന്നെങ്കിലോ? അവന്റെ ശബ്ദത്തിൽ ദേഷ്യത്തെക്കാൾ പേടി കൂടുതലായിരുന്നു. അനന്യ ശ്രദ്ധിച്ചു. ഡോക്ടർ പേടിച്ചോ? അവൾ കളിയാക്കി ചോദിച്ചു. ഓഫ് കോഴ്സ് ഐ ഡിഡ്. അവൻ ആലോചിക്കാതെ പറഞ്ഞു. പിന്നെ ഒരു നിമിഷം നിശബ്ദമായി. രണ്ടുപേരുടെയും കണ്ണുകൾ തമ്മിൽ ഉടക്കി. അനന്യയുടെ ചുണ്ടിൽ പതുക്കെ ഒരു ചിരി വിരിഞ്ഞു. അപ്പൊ ഡോക്ടർക്ക് ഞാൻ സ്പെഷ്യലാണല്ലോ. ആരോ ഒന്ന് പരിങ്ങി. നിനക്ക് ഫീവറിനി മാറിയിട്ടില്ലാന്ന് തോന്നുന്നു. ടോപ്പിക്ക് മാറ്റണ്ട. അവൾ ബ്ലാങ്കറ്റ് ഒഴിയുന്ന തല പുറത്താക്കി അവനെ നോക്കി. രാത്രി മുഴുവൻ എന്നെ ഹഗ് ചെയ്തിരുന്ന ആരാ? മെഡിക്കൽ റീസൺ. ഷുവർ. അവളുടെ കണ്ണുകളിൽ കളിയായിരുന്നു. അപ്പൊ എല്ലാ പേഷ്യന്റിനെയും ഇതുപോലെ കെട്ടിപ്പിടിക്കാറുണ്ടോ? ആരും അവളെ നോക്കി. ഇമ്പോസിബിൾ ഗേൾ. പക്ഷെ അവന്റെ ചുണ്ടിൽ അറിയാതൊരു ചിരിയുണ്ടായിരുന്നു. അനന്യ അത് കണ്ടു. ആ നിമിഷം അവൾക്കൊരു കാര്യം ഉറപ്പായി. ആരോ അത്ര ദേഷ്യക്കാരനായാലും അവളുടെ കാര്യത്തിൽ അവന്റെ ഹൃദയം വളരെ സോഫ്റ്റ് ആണെന്ന്. ക്യാമ്പിന്റെ അവസാന ദിവസങ്ങളിലേക്ക് എത്തുമ്പോൾ ആരോ അനന്യ ഒരുപാട് അടുത്തിരുന്നു. ഒരുമിച്ച് ഭക്ഷണം കഴിക്കും, ഒരുമിച്ച് വില്ലേജ് വിസിറ്റ് പോവും, രാത്രിയിൽ മണിക്കൂറുകളോളം സംസാരിക്കും. ആരോ പോലും അറിയാതെ അവൻ മാറിക്കൊണ്ടിരുന്നു. പണ്ടൊക്കെ പേഷ്യന്റിനോട് പോലും സീരിയസ് ആയി മാത്രം സംസാരിച്ചിരുന്ന ആൾ ഇപ്പോൾ അനന്യയുടെ ഓരോ നോൺസെൻസിനും ചിരിക്കാൻ തുടങ്ങി. പക്ഷെ ആ മാറ്റം ഒരാൾക്ക് സഹിക്കാനായില്ല. ഡോക്ടർ മായ, ക്യാമ്പിലുണ്ടായിരുന്ന ജൂനിയർ ഡോക്ടർ, മെഡിക്കൽ കോളേജ് മുതൽ ആരവിന്റെ ക്ലോസ് ഫ്രണ്ട്. പക്ഷെ അവൾക്ക് അവനോട് പ്രണയമായിരുന്നു. ആരോ മറ്റാരെയും അങ്ങനെ നോക്കിയിട്ടില്ല. പക്ഷെ അനന്യ വന്നതോടെ അവന്റെ ലോകം മുഴുവൻ മാറിപ്പോയി. ആ രാത്രി ക്യാമ്പ് മൊത്തം നിശബ്ദതയായിരുന്നു. മഴ നിർത്തിയെങ്കിലും മണ്ണിന്റെ നനവുള്ള മണം ഇപ്പോഴും അവിടെ നിറഞ്ഞിരുന്നു. സ്കൂൾ ബിൽഡിങ്ങിന്റെ പിന്നിലെ ചെറിയ വഴിയിലൂടെ അനന്യ ഒറ്റയ്ക്ക് നടക്കുകയായിരുന്നു. കൈകൾ കൂട്ടിപ്പിടിച്ച് ആകാശത്തേക്ക് നോക്കി അവൾ ചെറുതായി ചിരിച്ചു. വീണ്ടും മഴ പെയ്ത കൊള്ളായിരുന്നു. നിനക്ക് വീണ്ടും ഫീവർ വരാനാണോ? ശബ്ദം കേട്ടത് അവൾ തിരിഞ്ഞു. ആരോ. ബ്ലാക്ക് ടീഷർട്ട്, കൈകൾ പോക്കറ്റിൽ, പക്ഷെ കണ്ണുകൾ മുഴുവൻ അവളിലായിരുന്നു. ഡോക്ടർ സ്റ്റോക്ക് ചെയ്യാണോ? അനന്യ കളിയാക്കി. നീ രാത്രി ഒറ്റക്കിറങ്ങിയ കണ്ടു. പേടിയാണോ? ഒരു ഡോക്ടറുടെ റെസ്പോൺസിബിലിറ്റിയാ. അയ്യോ, വീണ്ടും ഡോക്ടർ മോഡ്. ആൾ മുഖം ചുളിച്ചു. ആരോ ചെറുതായി ചിരിച്ചു. ഈ ഡോക്ടർ എല്ലാം ഇപ്പോഴും സീരിയസാ. ഞാൻ അങ്ങനെയല്ല. ആ നീ. ആൾ അടുത്തേക്ക് വന്നിരുന്നു. പക്ഷേ ഇപ്പൊ കുറച്ച് മാറി കേട്ടോ. ആരും അവളെ നോക്കി നിന്നു. ആ രാത്രി കാറ്റിൽ അവളുടെ മുടി ചെറുതായി പറക്കുകയായിരുന്നു. അവന്റെ ഹൃദയം വീണ്ടും പതിവ് പോലെ താളം തെറ്റാൻ തുടങ്ങി. എന്താ ഇങ്ങനെ നോക്കുന്നേ? നിനക്കറിയില്ലേ? അവന്റെ ശബ്ദം വളരെ മൃദുവായിരുന്നു. ആ ചോദ്യം കേട്ട നിമിഷം അനന്യയുടെ ഹൃദയം ഒന്ന് വിറച്ചു. ആരോ പതുക്കെ അവിടെ അടുത്തേക്ക് നടന്നു. ഇപ്പോൾ അവരുടെ ഇടയിൽ ശ്വാസത്തിന്റെ അകലം മാത്രം. അനന്യ. ആദ്യമായിട്ടാണ് അവനവളുടെ പേരിങ്ങനെ പറയുന്നത്. ഇനി റെയിൻ ഡാൻസ് കളിക്കുക? അവൻ ചെറുതായി ചോദിച്ചു. അനന്യ ചിരിച്ചു. നിങ്ങൾ വീണ്ടും ഹഗ്ഗെങ്കിൽ ആലോചിക്കാം. ആരോ ഒന്ന് തളർന്നു. കാന്താരി. ഒരു നിമിഷം അവന്റെ നോട്ടത്തിൽ അവൾ വിറച്ചുപോയി. ലേറ്റായി ഡോക്ടർ, ഞാൻ പോട്ടെ. പക്ഷെ ആരവിന്റെ നിയന്ത്രണം പൂർണ്ണമായി തകർന്നിരുന്നു. അവൻ പതുക്കെ അവളുടെ കവിളിൽ കൈവച്ചു. നിനക്കറിയോ? അവന്റെ ശബ്ദം വളരെ നേർത്തിരുന്നു. നീ വന്നതിന് ശേഷം എനിക്ക് സമാധാനം ഇന്നൊന്നില്ല. അനന്യയുടെ ശ്വാസം വേഗത്തിലായി. അത്രയും പ്രശ്നമാണോ ഞാന്? അവൻ ചെറുതായി ചിരിച്ചു. പക്ഷേ ആ പ്രശ്നമില്ലാതെ ഇനി ജീവിക്കാനും പറ്റില്ല. ആ വാക്കുകൾ കേട്ട നിമിഷം അനന്യയുടെ കണ്ണുകൾ നിറഞ്ഞു. ആരോ? അവൾ ആദ്യമായി അവന്റെ പേരങ്ങനെ വിളിച്ചു. അവന്റെ ഹൃദയം ഒറ്റ നിമിഷം നിശ്ചലമായി. ഏയ്, നീ എന്താ വിളിച്ച്? കമോൺ, ഒന്നുകൂടെ വിളിക്കുക. എന്തിന്? ബിക്കോസ് ഐ ലൈക്ക് ദി വേ യു സേ മൈ നെയിം. അനന്യ ചെറുതായി ചിരിച്ചു. ആരോ? അവൻ കണ്ണുകൾ അടച്ചു. ആ ശബ്ദം മാത്രം മതി അവനെ തകർക്കാൻ. അടുത്ത നിമിഷം അവൻ പതുക്കെ അവളുടെ നെറ്റിയിൽ ചുണ്ടു ചേർത്തു. അനന്യയുടെ വിരലുകൾ അവന്റെ ഷർട്ടിൽ മുറുകി. ഏയ്, ടെൽ മീ ടു സ്റ്റോപ്പ്. എനിക്ക് എന്നെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി മുറുമുറുത്തു. പക്ഷെ അനന്യ അവന്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി. ആരോ അവളുടെ മുഖം കൈകൾ കോരിയെടുത്തു. പിന്നെ വളരെ പതുക്കെ, വളരെ സൂക്ഷിച്ചു അവന്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടുകളെ സ്പർശിച്ചു. ആദ്യ സ്പർശം വളരെ മൃദുവായിരുന്നു. പക്ഷെ അനന്യ അവന്റെ ഷർട്ട് പിടിച്ചവനോട് കൂടുതൽ ചേർന്ന നിമിഷം ആരോ പൂർണ്ണമായി നിയന്ത്രണം വിട്ടത് വീണ്ടും അവളെ ചുംബിച്ചു. ഈ തവണ കൂടുതൽ ആഴത്തിൽ. കാത്തുവച്ചിരുന്ന എല്ലാ സ്നേഹവും അതിലുണ്ടായിരുന്നു. അവൻ അവിടെ അതിരങ്ങളെ മാറി മാറി നുണഞ്ഞു. അനന്യയുടെ കണ്ണുകൾ അറിയാതെ അടഞ്ഞുപോയി. ആരവിന്റെ കൈ അവിടെ അരയിലേക്ക് നീങ്ങി അവളെ കൂടുതൽ അടുപ്പിച്ചു. മഴ കഴിഞ്ഞ തണുത്ത രാത്രിയിലും അവളുടെ ശരീരം മുഴുവൻ ചൂടായി. അവൾക്ക് ശ്വാസം മുട്ടുമെന്ന് തോന്നിയപ്പോൾ അവൻ പതുക്കെ അകന്നു. പക്ഷെ അവന് നിയന്ത്രിക്കാനായില്ല. അവൻ അവളുടെ കഴുത്തിലേക്ക് മുഖമമർത്തി
പതുക്കെ വേദനിപ്പിക്കാതെ അവിടെ കടിക്കാൻ തുടങ്ങി. മതി ഡോക്ടർ, ഒരു വിറയലോട് അവൾ പറഞ്ഞു. ആരോ മനസ്സോടെ അവളിൽ നിന്ന് അകന്നു. അനന്യയുടെ കവിളുകൾ മുഴുവൻ ചുവന്നിരുന്നു. നാണം കൊണ്ട് അവൾ മുഖം കുനിച്ച് നിന്നു. ആരോ അവൾ നോക്കി ചെറുതായൊന്ന് ചിരിച്ചു. ആഹാ, കാന്താരിക്ക് നാണിക്കാനൊക്കെ അറിയോ? അവൻ കളിയോടെ ചോദിച്ചു. ഡോക്ടർ, ആളോരെ നെഞ്ചിൽ ചെറുതായിട്ടൊന്നുള്ളി. ഇപ്പൊ മനസ്സിലായോ അനന്യ, ഞാൻ എത്രമാത്രം ഡേഞ്ചർ സ്റ്റേജിലാണെന്ന്? അനന്യ ചിരിച്ചുകൊണ്ട് അവന് നെഞ്ചിലേക്ക് മുഖമൊളിപ്പിച്ചു. ആരോ അവളെ മുറിയെ ചേർത്ത് പിടിച്ചു. ആ നിമിഷം അവർക്ക് ഇരുവർക്കും ലോകം അവിടെ അവസാനിച്ച പോലെ തോന്നി. പക്ഷെ അകലെ കോറിഡോറിന്റെ ഇരുട്ടിൽ അവരെ നോക്കി നിൽക്കുന്ന ഒരാളുടെ കണ്ണുകൾ അസൂയ കൊണ്ട് കത്തുകയായിരുന്നു. ഡോക്ടർ മായ. പിറ്റേന്ന് വൈകുന്നേരം അനന്യ ആരവിനെ കാണാൻ അവന്റെ മുറിയിലേക്ക് പോയപ്പോൾ അകത്തുനിന്ന് മായയുടെ ശബ്ദം കേട്ടു. ആ പെൺകുട്ടി അത്ര ക്ലോസ് ആവുന്ന നല്ല ഐഡിയ അല്ല. ഇതൊക്കെ ഒരു ടൈം പാസ് അല്ലേ? ക്യാമ്പ് കഴിയുമ്പോൾ എല്ലാം തീരും. കമോൺ, ക്യാമ്പ് ക്രഷസൊന്നും സീരിയസ് ആക്കണ്ട. അനന്യയുടെ കാലുകൾ നിശ്ചലമായി. അവൾ അറിയാതെ ഡോറിന്റെ അടുത്ത് നിന്നു. അനന്യ അവിടെ നിൽക്കുന്ന മായയുടെ ശ്രദ്ധയിൽപ്പെട്ടു. ആരോ ദേഷ്യത്തോടെന്തോ പറയാൻ തുടങ്ങും മുന്നേ മായ ആരവിനെ കെട്ടിപ്പിടിച്ച് കവളിൽ ഉമ്മ വെച്ചു. എനിവേ, എന്റെ പാരന്റ്സ് നെക്സ്റ്റ് വീക്ക് വീട്ടിൽ വരുന്നുണ്ട്, കല്യാണക്കാരെ സംസാരിക്കാൻ. ആരവിന് നിമിഷം എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലായില്ല. അനന്യയുടെ ശ്വാസം തടഞ്ഞു. അവളുടെ കയ്യിലെ ബോട്ടിൽ നിലത്തി വീണ് ശബ്ദമുണ്ടാക്കി. അകത്തുണ്ടായിരുന്ന രണ്ടുപേരും തിരിഞ്ഞു നോക്കി. ഡോറിന്റെ മുന്നിൽ നിന്ന് അനന്യയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അനന്യ? ആരവുടനെ അവളുടെ അടുത്തേക്ക് ഓടി. പക്ഷെ അവൾ പിന്നോട്ട് നീങ്ങി. അവളുടെ കണ്ണുകൾ നേരെ ആരവിലായിരുന്നു. ഞാൻ വെറൊരു നേരം പോക്കായിരുന്നല്ലേ? ആരോ കത്തുന്ന കണ്ണുകളുടെ മായയെ നോക്കി. മായ, വാട്ട് നോൺസെൻസ്! നീ ഇവളോട് പറഞ്ഞില്ലേ ജസ്റ്റ് ഒരു 10 days എന്റർടൈൻമെന്റിന് വേണ്ടിയാണെന്ന്? മായ അഭിനയിച്ചു. അനന്യയുടെ മുഖം നിമിഷം കൊണ്ട് മാറി. അവൾ പതുക്കെ ചിരിച്ചു. പക്ഷെ ആ ചിരിയിൽ വേദന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓഹ്, ഓക്കെ അനന്യ, ലിസൺ ടു മീ. വേണ്ട. ആളവനെ നോക്കി. എനിക്കെല്ലാം മനസ്സിലായി. അനന്യ, നീ വിചാരിക്കുന്ന പോലെയല്ല. ആരോടെ അടുത്തേക്ക് വന്നെങ്കിലും അനന്യ പിന്നോട്ട് നീങ്ങി. അതുകൊണ്ടാണല്ലേ നിങ്ങൾ ഇത്ര കെയർഫുൾ ആയിട്ട് ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്തിരുന്നത്? ഡാം ഇറ്റ് അനന്യ, ജസ്റ്റ് ലിസൺ മീ. ഞാൻ ആരുടെയും ടൈം പാസ്സാണ് ഡോക്ടർ സർ. ആ വാക്കുകൾ ആരവിന്റെ നെഞ്ചിന് നേരെ കുത്തിയ പോലെ തോന്നി. അവനോട് കയ്യിൽ പിടിക്കാൻ ശ്രമിച്ചപ്പോൾ അനന്യയെ തട്ടുമാറ്റി. കണ്ണുനീർ വീഴാതിരിക്കാൻ അവൾ ശക്തമായി ശ്രമിക്കുകയായിരുന്നു. നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാണെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു, സോറി. അത് പറഞ്ഞ് അവൾ തിരിഞ്ഞോടി. അനന്യ! ആരവിന്റെ ശബ്ദം ആ ക്യാമ്പ് മുഴുവൻ മുഴങ്ങി. പക്ഷെ അവൾ ഒരിക്കൽ പോലും തിരിഞ്ഞു നോക്കിയില്ല. ആരോ ദേഷ്യത്തോടെ മായയിലേക്ക് തിരിഞ്ഞു. വാട്ട് ദ ഹെൽ ഡിഡ് യു ജസ്റ്റ് ഡു? മായ ആദ്യമായി പേടിച്ചു. കാരണം അവൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തത്ര കോപത്തിലായിരുന്നു ആരോ. വാട്ട് ഈസ് റോങ് വിത്ത് യു മായ? ആരവിന്റെ ശബ്ദ ആ റൂമിനെ നടുക്കി. മായ ഞെട്ടി പിന്നോട്ട് നീങ്ങി. ആരോ, ലിസൺ. നോ, നീ എന്താണ് ചെയ്തെന്നറിയോ? അവന്റെ കണ്ണുകൾ മുഴുവൻ ദേഷ്യത്തിൽ ചുവന്നിരുന്നു. ആരോ അവളുടെ മുഖത്തെ ശക്തിയിൽ അടിച്ചു. അടിയുടെ ശക്തിയിൽ അവളൊന്ന് വേശു. അനന്യ എനിക്ക് നേരം പോക്കാണെന്നോ? ഇന്ന് ഞാൻ ലോകത്ത് മറ്റെന്തിനേക്കാളും സ്നേഹിക്കുന്ന അവളെയാ. എന്റെ ഹൃദയം തുടിക്കുന്ന പോലെ അവൾക്ക് വേണ്ടിയാ. ആ അവളെയാ നീ ഇന്ന് വേദനിപ്പിച്ച്. നിന്നോട് ഞാൻ പോർക്കില്ല മായ. മായയുടെ കണ്ണുകൾ നിറഞ്ഞു. ബിക്കോസ് ഐ ലവ് യു ആരോ. ആരോ ഒരു നിമിഷം നിശബ്ദമായി. പക്ഷെ അടുത്ത നിമിഷം അവൻ കടുപ്പത്തോടെ പറഞ്ഞു. ബട്ട് ഐ ഡോട്ട്. എനിക്കിപ്പോ നിന്നോട് വെറുപ്പാണ് മായ. ആരോ, ഞാൻ നിന്നെ എത്ര വർഷമായി. ഐ ലവ് അനന്യ. അവൻ ക്യാമ്പ് മുഴുവൻ കേൾക്കാൻ പാകത്തിന് ഉച്ചത്തിലായി വിളിച്ചു പറഞ്ഞു, സംശയമൊന്നുമില്ലാതെ. ഐ ആം ഇൻ ലവ് വിത്ത് ഹർ. ആ വാക്കുകൾ പറയുമ്പോൾ അവന്റെ കണ്ണുകൾ കണ്ട ഭാവം മായ അതാണ് ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചു. അവൾ എന്റെ ലൈഫിലേക്ക് വന്നതിന് ശേഷം ഞാൻ മാറിപ്പോയി. അവളില്ലാതെ ഇനി എനിക്ക് ഇമാജിൻ ചെയ്യാൻ പോലും സാധിക്കില്ല. മായ കണ്ണുനീർ തുടച്ചു. ഇതൊക്കെ ജസ്റ്റ് ക്രഷ് മാത്രമാണ് ആരോ. ഷട്ട് അപ്പ്! ഇനി ഒരു അക്ഷരം മിണ്ടരുത്. അതും പറഞ്ഞ് അവൻ പുറത്തേക്ക് ഓടി. പുറത്ത് മഴ വീണ് തുടങ്ങിയിരുന്നു. അനന്യ! ക്യാമ്പ് മുഴുവൻ അവനവളെ തിരഞ്ഞു. സ്കൂള്, കിച്ചൺ ഏരിയ, ക്ലിനിക്ക്. പക്ഷേ അവളെവിടെയും കണ്ടില്ല. സിദ്ധു ഓടി വന്നു. മച്ചാനെ, അനന്യ പോയി. ആരവന്റെ ഹൃദയം നിശ്ചലമായി. എങ്ങോട്ട്? ഇപ്പൊ വന്ന ബസ്സിൽ കയറിപ്പോയി. ഷീ ലെഫ്റ്റ്. ഏത് റൂട്ടാണെന്നറിയോ? ആരോ പ്രതീക്ഷയോടെ ചോദിച്ചു. അറിയില്ലടാ, ഞാൻ കണ്ടില്ല. കുട്ടികളൊന്ന് പറഞ്ഞ അന്യ ചേച്ചി കരഞ്ഞുകൊണ്ട് ബസ്സിൽ കയറിപ്പോയെന്ന്. ആരോടും യാത്ര പോലും പറഞ്ഞിട്ടില്ല. ഇല്ല! ആരോ അലറി. ആരോടെന്നെ ഫോൺ എടുത്തു. പക്ഷെ അടുത്ത നിമിഷം റിയലൈസേഷൻ അവനെ തട്ടി. അവന്റെ കയ്യിൽ അവിടെ നമ്പർ പോലും ഇല്ല, അഡ്രസ് ഇല്ല, ഗൂഗിൾ ഫുൾ നെയിം പോലും പ്രോപ്പർ അറിയില്ല. ആരോ നിശ്ചലമായി നിന്നു. ഇത്ര ദിവസം സംസാരിച്ചിട്ടും അവൾ നഷ്ടപ്പെടുമെന്ന് ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ബേസിക് ഡീറ്റെയിൽസ് പോലും ചോദിച്ചിട്ടില്ല. അവൾ എപ്പോഴും തന്റെ അടുത്തുണ്ടാകും ഞാൻ വിചാരിച്ചിരുന്നു. ആരോ മഴയിലേക്ക് നടന്നു. അവന്റെ ഷർട്ട് മുഴുവൻ നനഞ്ഞു. പക്ഷെ അവൻ അതുപോലും ശ്രദ്ധിച്ചില്ല. കാരണം ആദ്യമായി അവന് വല്ലാത്തൊരു പേടി തോന്നുകയായിരുന്നു. അനന്യെ ഇനി ഒരിക്കലും കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ. ആ രാത്രി മുഴുവൻ അവൻ വീണ്ടും വീണ്ടും ക്യാമ്പസിലേക്ക് നോക്കി. Maybe she will come back. Maybe she will call. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. അതിനുശേഷം ദിവസങ്ങൾ മാസങ്ങളായി മാറി. ആരോ അവൾ അന്വേഷിച്ചു.
MSW കോളേജ്, ഓൾഡ് ക്യാമ്പ് റെക്കോർഡ്സ്, വോളണ്ടിയർ ലിസ്റ്റ്, സോഷ്യൽ മീഡിയാസ്, എവിടെ പോയാലും അവന്റെ കണ്ണുകൾ അനന്യയെ തിരഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ അനന്യ അവന്റെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായി അപ്രത്യക്ഷയായി. ആ സമ്പത്തിന് ശേഷം ആരവും മായയോട് മിണ്ടിയിട്ടില്ല. രണ്ടാളും ഒരേ ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ മായയെ കാണുമ്പോൾ ആരോ വെറുപ്പോടെ മുഖം തിരിച്ച് നടക്കും. 4 വർഷങ്ങൾക്ക് ശേഷം ഇന്നാണ് അവളെ വീണ്ടും കാണുന്നത്. ഈ പ്രാവശ്യം അവളെ നഷ്ടപ്പെടുത്താൻ തയ്യാറായില്ല. ഹോസ്പിറ്റൽ റിസപ്ഷനിൽ നിന്ന് അവളുടെ അഡ്രസ്സും ഫോൺ നമ്പറും അവൻ കണ്ടുപിടിച്ചു. 2 ദിവസങ്ങൾക്ക് ശേഷം തിരുവനന്തപുരത്ത് വലിയൊരു മെഡിക്കൽ അവയർനെസ് വർക്ക്ഷോപ്പ് നടക്കുകയായിരുന്നു. ഫൈനൽ ഇയർ സ്റ്റുഡൻസ്, ഇന്റേൺസ്, വോളണ്ടിയേഴ്സ്, ഹാള് മുഴുവൻ ആളെ കൊണ്ട് നിറഞ്ഞിരുന്നു. വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യാൻ വന്ന ചീഫ് ഗസ്റ്റ് ആയിരുന്നു ഡോക്ടർ ആരവ് മേനോൻ. അനന്യ പ്ലീസ്, സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ ഇന്റേണൽ മാർക്ക് പോവും. ഫോണിലൂടെ ഓൾമോസ്റ്റ് കരയായിരുന്നു അനന്യയുടെ ഫ്രണ്ട് ദിയ. നിനക്ക് ഫീവർ ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാ? ജസ്റ്റ് അറ്റൻഡൻസ് മതിയടാ. ID കാർഡ് ഞാൻ ഓൾറെഡി നിനക്ക് തന്നില്ലേ. പുറത്തുള്ള സാറാണ് ക്ലാസ് എടുക്കുന്നത്. അങ്ങനെ മനസ്സിലാവാനൊന്നും പോകുന്നില്ല. അങ്ങനെയായിരുന്നു അനന്യ അവിടെ എത്തിയത്. ഫ്രണ്ടിന്റെ ID കാർഡ് കഴുത്തിലിട്ട് ലേറ്റായി. ഹാളിന്റെ ഡോറിനകത്തേക്ക് കയറുമ്പോൾ സ്റ്റേജിൽ നിന്ന് ആളെ കണ്ട നിമിഷം ആളുടെ ഹൃദയം നിശ്ചലമായി. ആരോ? വെള്ളക്കോട്ട്, മൈക്ക് കയ്യിൽ, അതേ കണ്ണുകൾ. അനന്യ ഉടനെ തിരിഞ്ഞു പോകാൻ ശ്രമിച്ചു. യു? ആരവിന്റെ ശബ്ദം മൈക്കില്ലാതെയും വ്യക്തമായി കേട്ടു. ഹാള് മുഴുവൻ അവള് നോക്കി. ലേറ്റ് എൻട്രി? അനന്യയുടെ തൊണ്ട വരണ്ടു. സർ, ആക്ച്വലി നെയ്ം? ആൾ ഫ്രണ്ട് ഐഡിയിലേക്ക് നോക്കി. ദിയ. ആരോ കുറച്ച് നിമിഷങ്ങൾ അവളെ നോക്കി നിന്നു. ആ കണ്ണുകളിൽ എന്തോ സംശയം മിന്നി. പക്ഷെ അവനൊന്നും പറഞ്ഞില്ല. വർക്ക്ഷോപ്പ് സ്റ്റാർട്ടഡ് 1 hour ago. സോറി സർ. റൂൾസ് അറിയാലോ, ലേറ്റായി വന്നവർക്ക് അറ്റൻഡൻസ് ഇല്ല. അനന്യയുടെ മുഖമീർത്തു. ഫ്രണ്ടിനെ ഓർത്തപ്പോൾ ഗിൽറ്റ് തോന്നി. ആരോ ശ്രദ്ധിച്ചു. പിന്നെ ശാന്തമായി പറഞ്ഞു, ഓൺലി 1 way. ആൾ തല ഉയർത്തി. യു അസിസ്റ്റ് മീ ത്രൂഔട്ട് ദി സെഷൻ, ദെൻ ഐ വിൽ കൺസിഡർ. ഹാളിൽ ചിലർ ചിരിച്ചു. അനന്യയുള്ളിൽ ദേഷ്യപ്പെട്ടെങ്കിലും മറ്റു വഴികളിലായിരുന്നു. ഓക്കെ സർ. ആരോ അവളെ സ്റ്റേജിലേക്ക് വിളിച്ചു. ടുഡേസ് ടോപ്പിക് അബ്ഡോമിനൽ ഇൻഫെക്ഷൻസ് ആൻഡ് ബേസിക് എക്സാമിനേഷൻസ്. അനന്യ ദേഷ്യത്തോടെ നിന്നു. ആരോ പ്രൊഫഷണലായി സംസാരിക്കാൻ തുടങ്ങി. ഫസ്റ്റ്, പേഷ്യന്റ് കമ്മ്യൂണിക്കേഷൻ. അവനോട് അടുത്തേക്ക് വന്നു. ബിഫോർ എക്സാമിനേഷൻ പേഷ്യന്റ് കംഫർട്ടബിൾ ആണോ എന്ന് എൻഷുർ ചെയ്യണം. അവന്റെ വിരലുകൾ വളരെ ശ്രദ്ധയോടെ അവളുടെ വയറിനരിയിലെത്തി. അനന്യയുടെ ശ്വാസം ഒന്ന് തടഞ്ഞു. ആരോ അത് ശ്രദ്ധിച്ചെങ്കിലും എക്സ്പ്രഷൻ മാറ്റിയില്ല. പെയിൻ ലൊക്കേഷൻ ഐഡന്റിഫൈ ചെയ്യാൻ പാൽപേഷൻ ചെയ്യണം. അവൻ ഡെമോൺസ്ട്രേഷൻ ചെയ്യുമ്പോൾ പിന്നിൽ നിന്ന് ഒരുത്തൻ കൂട്ടുകാരനോട് പറഞ്ഞു, വാവ്, ലക്കി ഫെല്ലോ, നല്ല അടിപൊളി പെണ്ണ്. ചിലർ ചിരിച്ചു. അനന്യയുടെ മുഖവുടനെ മാറി. ആരവിന്റെ കൈ നിശ്ചലമായി. അവൻ പതുക്കെ തിരിഞ്ഞ് അവളെ നോക്കി. ആള് പെട്ടെന്ന് നിശബ്ദമായി. വാട്ട് ഡിഡ് യു സേ? അവനൊന്ന് പതറി. സർ, ജസ്റ്റ് ജോക്കിംഗ്. ദെൻ ലേൺ വേർ ടു ജോക്ക്. ആരവിന്റെ ശബ്ദം കടുപ്പമായിരുന്നു. ദിസ് ഈസ് എ മെഡിക്കൽ വർക്ക്ഷോപ്പ്. ഷീ ഈസ് അസിസ്റ്റിംഗ് ആസ് എ പാർട്ടിസിപ്പന്റ്. റെസ്പെക്ട് മെയിൻ ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഗെറ്റ് ഔട്ട്. സോറി സർ. അവൻ മുഖം താഴ്ത്തി. ആരവിടെ നിർത്തിയില്ല. ഒരു ഫീമെയിൽ പാർട്ടിസിപ്പന്റ് സ്റ്റേജിൽ നിൽക്കുമ്പോൾ അവൾ അൺകംഫർട്ടബിൾ ആക്കുന്ന കമന്റ്സ് ഫണ്ണിയല്ല. അണ്ടർസ്റ്റാൻഡ്? ആൾ മുഴുവൻ സൈലന്റ് ആയി. അനന്യ ഞെട്ടി അവനെ നോക്കി. കാരണം ആരോ ദേഷ്യപ്പെട്ട് തന്റെ റെപ്യൂട്ടേഷന് വേണ്ടിയല്ല, അവൾ ഹേർട്ടായത് കണ്ടുകൊണ്ട് മാത്രമായിരുന്നു. ആരോ വീണ്ടും അവളിലേക്ക് തിരിഞ്ഞു. അറിയോ ഓക്കെ? അനന്യ ചില നിമിഷങ്ങൾ അവനെ നോക്കിയിരുന്നു. പിന്നെ പതുക്കെ തലകുലുക്കി. പക്ഷെ അവളുടെ ഹൃദയം വീണ്ടും പഴയ പോലെ നിയന്ത്രണം വിട്ട് മിടിക്കാൻ തുടങ്ങിയിരുന്നു. വർക്ക്ഷോപ്പ് കഴിഞ്ഞപ്പോൾ ഹാള് പതുക്കെ കാലിയായി. സ്റ്റുഡൻസ് എല്ലാം പുറത്തേക്ക് പോവുകയായിരുന്നു. അനന്യ സ്റ്റേജ് സൈഡിൽ ഫയൽ അറേഞ്ച് ചെയ്യുമ്പോൾ അവളുടെ കൈകൾ അല്പം വിറക്കുന്നുണ്ടായിരുന്നു. ആരോ മൈക്ക് ഓഫ് ചെയ്ത് അവളുടെ അടുത്തേക്ക് നടന്നു. അനന്യ? ആളൊന്നും നിൽക്കാതെ തന്നെ റിപ്ലൈ ചെയ്തു. യെസ് സർ. ഫോളോ അപ്പിന് വരുന്നില്ലേ? അനന്യയുടെ വിരലുകളും നിശ്ചലമായി. അവൾ പതുക്കെ തിരിഞ്ഞു. സർ, എനിക്ക് അല്പം തിരക്കുണ്ട്. ആരോ അവളെ സൂക്ഷ്മമായി നോക്കി. ബിസി? ആൾമാറാട്ടം നടത്തി ഫ്രണ്ടിനെ രക്ഷിക്കുന്നതിന്റെ തിരക്കാണോ? ആളൊന്നും മിണ്ടാ പുറത്തേക്ക് പോയി. അവൻ വേദനയോടെ നോക്കി നിന്നു. അവന്റെ മനസ്സിൽ ഒരേ ഒരു ചോദ്യം മാത്രം. Why does she look like she hates me when she clearly doesn't? അന്ന് രാത്രി അവൾക്ക് വീണ്ടും കഠിനമായ വയറുവേദന വന്നു. ആൾ ഒരുപാട് ഹോസ്പിറ്റലിൽ വിളിച്ച് അന്വേഷിച്ചെങ്കിലും രാത്രി ആയതുകൊണ്ട് എല്ലായിടത്തും ഡ്യൂട്ടി ഡോക്ടേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അനന്യ, സിറ്റി ഹോസ്പിറ്റലിൽ രാത്രി ഗൈനക്കോളജിസ്റ്റ് ഉണ്ട്. നീ ആദ്യത്തെ ചെക്കപ്പിന് അവിടേക്കല്ലേ പോയി? വാ, നമുക്ക് അങ്ങോട്ട് തന്നെ പോവാം. വിവേക് അവൾക്ക് അടുത്തിരുന്നുകൊണ്ട് പറഞ്ഞു. വേണ്ട, നമുക്ക് രാവിലെ വേറെ എവിടേക്കെങ്കിലും പോവാം. നല്ല വേദനയുണ്ടല്ലോ, രാവിലെ വരെ നിൽക്കണ്ട. വിവേക് അവളെ നിർബന്ധിച്ച് ഹോസ്പിറ്റലിൽ കൂട്ടിക്കൊണ്ടുപോയി. ഹോസ്പിറ്റൽ എൻട്രൻസിൽ അനന്യ അകത്തേക്ക് വരുമ്പോൾ അവളുടെ മുഖം മുഴുവൻ വേദന കൊണ്ട് മങ്ങിയിരുന്നു. വിവേക് വളരെ ശ്രദ്ധാപൂർവം അവൾ അവിടെ ഇരുത്തി. അനന്യ പതുക്കെ, ജസ്റ്റ് ബ്രെത്ത്സ്, അവൻ പതിയെ പറഞ്ഞു. വേദന ഇത്രയും അവഗണിക്കരുതായിരുന്നു. അനന്യ മറുപടി പറയാൻ പോലും വയ്യാതെ കൈ വയറിലേക്ക് ചേർത്ത് പിടിച്ചു. എമർജൻസി വാർഡിലേക്ക് എത്തുമ്പോൾ നേഴ്സുമാർ ഡീറ്റെയിൽസ് ചോദിച്ചു തുടങ്ങിയിരുന്നു. ആൾ ചെയറിലിരുന്ന് കണ്ണുകളടച്ചു. അപ്പോഴാണ് കോറിഡോറിന്റെ അറ്റത്ത് ആരോ അവളെ കണ്ടത്. ആ നിമിഷം അവന്റെ മുഖം തന്നെ മാറി. ആളുടെ കൈ പിടിച്ച് നിൽക്കുന്ന വിവേക്.
ആൾ വേദനയിൽ അവനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പോലെ. വിവേക് ഡീറ്റെയിൽസ് ഫിൽ ചെയ്ത് സൈൻ ചെയ്യാൻ അവിടുന്ന് മാറിയപ്പോൾ ആരവളുടെ അടുത്തേക്ക് വന്നു. അനന്യ. അവന്റെ ശബ്ദം താഴ്ന്നതായിരുന്നു, പക്ഷെ അതിലൊരു ഗൗരവം ഉണ്ടായിരുന്നു. അവൾ കണ്ണു തുറന്നു, പക്ഷെ ആരും അവൾ നോക്കിയില്ല. അവന്റെ കണ്ണുകൾ മുഴുവൻ വിവേകിലായിരുന്നു. അതാരാ? എന്റെ ബോയ്ഫ്രണ്ട്. വേദനയിൽ അല്പം കടുപ്പിച്ചവൾ പറഞ്ഞു. വാട്ട്? അവൻ പറഞ്ഞ് കുറച്ച് ഉറക്കിയായി പോയി. എന്താ? അവൾ അല്പം ഗൗരവത്തിൽ ചോദിച്ചു. മെഡിക്കൽ ഹിസ്റ്ററിയിൽ മെൻഷൻ ചെയ്യേണ്ടതായിരുന്നു. ഓ റിയലി? എവിടെ മെഡിക്കൽ ഫാമിൽ ബോയ്ഫ്രണ്ടിന്റെ കോളുണ്ടോ? ആളല്പം പുച്ഛത്തോടെ ചോദിച്ചു. പെട്ടെന്നാണ് വിവേക് അങ്ങോട്ട് വന്നു. പേഷ്യന്റ് എക്സാമിനേഷൻ റൂമിലേക്ക് കൊണ്ടുപോവാ, ആരോ സിസ്റ്റേഴ്സിനോട് പറഞ്ഞു. നേഴ്സ് അനന്യയെ പതിയെ എക്സാമിനേഷൻ റൂമിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങി. വേദന കാരണം ആൾക്ക് നേരെ നടക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു. അതുകൊണ്ട് വിവേക് ഉടനെ ആളുടെ തോളിൽ കൈവച്ചു. ഞാനും വരാം, അവൻ പറഞ്ഞു. പക്ഷേ ഡോറിന്റെ മുമ്പിൽ നിന്ന് ആരോ അവനെ തടഞ്ഞു. ഓൺലി പേഷ്യന്റ്, അവൾക്ക് നടക്കാൻ പോലും വയ്യ, ഞാൻ കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ മാനേജ് ചെയ്യും. ആരവിന്റെ ശബ്ദം തണുത്തായിരുന്നു, പക്ഷെ കണ്ണുകളിൽ എന്തോ കത്തുന്ന പോലെ. അനന്യ ശ്രദ്ധിച്ചു. വിവേക് അല്പ അസ്വസ്ഥനായി ആരവിനെ നോക്കി. ലുക്ക് ഡോക്ടർ, ആൾക്ക് തീരെ വയ്യ, ഞാൻ പുറത്തേക്കില്ല, കൂടെ വരും. ആരോ നേരെ അവന്റെ കണ്ണിലേക്ക് നോക്കി. ഗൈനക്കോളജിക്കൽ എക്സാമിനേഷൻ ആണ്, ഹോസ്പിറ്റൽ പ്രോട്ടോകോൾസ് ഉണ്ട്, ജൻസകത്ത് അലൗഡ് അല്ല. പോയിട്ട് വാ, ഞാനിവിടെ നിൽക്കാം. വിവേക് അവിടെ മുടിയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. ആരവിന്റെ മുഖം വലിഞ്ഞു മുറുകി. സിസ്റ്റർ, പേഷ്യന്റ് പെട്ടെന്നുണ്ടോ? അവന്റെ ശബ്ദത്തിലെ പോസിറ്റീവ്നെസ് അനന്യക്ക് മനസ്സിലായിരുന്നു. അനന്യക്ക് കോപവും അതോടൊപ്പം വിശദീകരിക്കാൻ പറ്റാത്തൊരു വേദനയും തോന്നി. 4 വർഷം കഴിഞ്ഞിട്ടും അവൻ ഇന്നിങ്ങനെ റിയാക്ട് ചെയ്യുന്ന എന്തിനാണെന്ന് ആൾക്ക് തന്നെ മനസ്സിലായില്ല. വിവേക്, ആൾ വേദനക്കിടയിലും പതിയെ പറഞ്ഞു. ഇറ്റ്സ് ഓക്കെ, ഞാൻ പോയിട്ട് വരാം. ആരോ ഡോറൊന്ന് മാറിയുന്നു. അനന്യ അകത്തേക്ക് കയറുമ്പോൾ അവന്റെ കണ്ണുകളുടെ നിമിഷം മുഴുവൻ അവളിൽ നിൽക്കുകയായിരുന്നു. അവളുടെ എക്സാമിനേഷൻ ബെഡിലിരുന്നപ്പോൾ പോലും അവൻ പ്രൊഫഷണലായി ബിഹേവ് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ കയ്യിലെ ഗ്ലൗസ് ഇടുമ്പോൾ അവന്റെ കൈവിരലുകൾ ചെറുതായി വിറച്ചു. പെയിൻ എക്സാക്ട്ലി എവിടെയാ? അവൻ താഴ്ന്ന ശബ്ദത്തിൽ ചോദിച്ചു. അനന്യ മറുപടി അറിയാൻ ശ്രമിച്ചു. പക്ഷെ അടുത്ത വേദന വന്നപ്പോൾ അവൾ കണ്ണ് മുറുക്കി പിടിച്ചു. അതുകൊണ്ട് ആരവിന്റെ മുഖം പെട്ടെന്ന് മാറി. ഏയ് റിലാക്സ്, റിലാക്സ് അനന്യ. അതിൽ വല്ലാത്തൊരു കരുതലുണ്ടായിരുന്നു. അത് കേട്ടറിയാതെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. കാരണം അവനിങ്ങനെ കെയറിങ്ങായി അവസാനമായിട്ട് സംസാരിച്ച അവൾക്ക് ഓർമ്മ വന്നു. സവർ ഇൻഫെക്ഷൻ ആണ്. റിപ്പോർട്ട്സ് നോക്കി ആരോ മന്ദമായി പറഞ്ഞു. ഇമ്മീഡിയറ്റ് ആന്റിബയോട്ടിക്സ് വേണം, അറ്റ്ലീസ്റ്റ് 1 വീക്ക് അഡ്മിഷൻ. അനന്യ തലയുയർത്തി അവനെ നോക്കി. 1 വീക്ക്? യാ, ഇഗ്നോർ ചെയ്തുകൊണ്ടാ ഇങ്ങനെയായത്. അവന്റെ ശബ്ദത്തിൽ ഡോക്ടറുടെ സ്ട്രിക്ട്നെസ് ഉണ്ടായിരുന്നു, പക്ഷെ അതിനിടയിൽ മറക്കാൻ പറ്റാത്ത ആശങ്കയും. വിവേകിനകത്തേക്ക് വിളിച്ചു. ഞാൻ പോയി റൂം അറേഞ്ച്മെന്റ് നോക്കാം. ഓൾറെഡി ഡൺ. ആരോ പെട്ടെന്ന് മറുപടി പറഞ്ഞു. വിവേകം നിശബ്ദമായി അവനെ നോക്കി. അവളോ ഓക്കെ അല്ലേ? ആരവിന്റെ ശബ്ദം കെട്ടിയായി. പെയിൻ കൊണ്ട് കൊളാപ്സ് ആകാൻ പോയതാ. അവൾ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്ത ശേഷം നേഴ്സ് IV ആന്റിബയോട്ടിക്സ് സ്റ്റാർട്ട് ചെയ്തു. മരുന്ന് കയറുമ്പോൾ വേദന കൊണ്ട് അവൾ ചെറുതായി വിറച്ചു. ഒന്നുമില്ലടാ, വിവേക് അവിടെ കൈപ്പിടിച്ച് പറഞ്ഞു. അത് കണ്ട നിമിഷം ആരവിന്റെ മുഖം കടുപ്പമായി. ഏയ്, പേഷ്യന്റിനെ ഡിസ്റ്റർബ് ചെയ്യരുത്, അവൻ ഗൗരവത്തോടെ പറഞ്ഞു. വിവേക് ചിരിച്ചു. കൈ പിടിച്ചാണോ ഡിസ്റ്റർബൻസ്? വിവേക്, അനന്യ ക്ഷീണത്തോടെ വിളിച്ചു. പക്ഷെ ആരോ ഇതിനകം തന്നെ ദേഷ്യം ഒളിപ്പിക്കാൻ പാടുപിടിയായിരുന്നു. വിസിറ്റിംഗ് ടൈം കഴിഞ്ഞു, യു ഷുഡ് ലീവ്. വിവേക് കണ്ണി വിളിച്ചു. ഞാനവിടെ ബൈസ്റ്റാൻഡറാണ്. ആരോ അവനെ നേരെ നോക്കി. എങ്കിലും റെസ്പോൺസിബിൾ ആയിരിക്കണം. ഇൻഫെക്ഷൻ ഇത്ര സവറാകുന്നവരെ വെയിറ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു. ആ വാക്കുകൾ വിവേകിനെ വിഷമിപ്പിച്ചു. ഞാൻ ഒരുപാട് നിർബന്ധിച്ച ഡോക്ടർ. ഞാനില്ലായിരുന്നെങ്കിൽ അവൾ ഹോസ്പിറ്റലിൽ പോലും വന്നിരുന്നില്ല. ഒരു നിമിഷം കഴിഞ്ഞ് ആരോ ഒന്ന് ഡീപ് ബ്രീത്ത് എടുത്തു. പിന്നെ നഴ്സിനോട് തിരിഞ്ഞു. പെയിൻ കില്ലർ ആഡ് ചെയ്യും ആൻഡ് മോണിറ്റർ ടെമ്പറേച്ചർ എവറി 2 hours. അവൻ പറഞ്ഞ പ്രൊഫഷണൽ ടോണിലായിരുന്നു, പക്ഷേ കണ്ണുകളിൽ വല്ലാത്തൊരു ആശങ്കയുണ്ടായിരുന്നു. അടുത്ത ദിവസം രാവിലെ അനന്യയ്ക്ക് ചെറിയൊരു ആശ്വാസം തോന്നി. ആന്റിബയോട്ടിക്സ് എഫക്റ്റ് ആകാൻ തുടങ്ങിയതുകൊണ്ട് പെയിൻ അല്പം കുറഞ്ഞിരുന്നു. ആൾ ബെഡിൽ നിന്ന് ജനലിന് പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് റൂം ഡോർ തുറന്ന് വിവേക് അകത്തേക്ക് വന്ന്. കയ്യിലൊരു സ്മോൾ ബോക്സ്. ഗസ് വാട്ട്? അവൻ ചിരിച്ചുകൊണ്ട് ബോക്സ് ഉയർത്തി കാണിച്ചു. എന്താ അത്? യുവർ ഫേവറേറ്റ് ചോക്ലേറ്റ്, ട്രഫിൾ കേക്ക്. ആളുടെ കണ്ണുകൾ ചെറുതായി തിളങ്ങി. റിയലി? യാ. അവൻ കേക്ക് പുറത്തെടുക്കാൻ പോകുന്നതിനിടയിലാണ് ഡോർ വീണ്ടും തുറന്ന് ആരോ വൈറ്റ് കോട്ട് ധരിച്ച് അകത്തേക്ക് വന്ന് അവന്റെ കണ്ണുകൾ നേരെ കേക്ക് ബോക്സിലേക്ക് പോയി. അവന്റെ മുഖം പെട്ടെന്ന് കടുപ്പമായി. വാട്ട് ഈസ് ദിസ്? വിവേക് കാഷ്വലി മറുപടി പറഞ്ഞു. കേക്ക്? ഐ ക്യാൻ സീ ദാറ്റ്. ആരോ അടുത്തേക്ക് നടന്നു. പേഷ്യൻസിന് ഇൻഫെക്ഷൻ ഉണ്ട്, ആന്റിബയോട്ടിക്സ് ഹെവി ഡോസിലാണ്. ഷുഗർ ആൻഡ് ക്രീമൊന്നും ഇപ്പൊ നല്ലതല്ല. ഒരു ബൈറ്റ് കഴിച്ചുകൊണ്ട് ഒന്നും സംഭവിക്കില്ല, അനന്യ അല്പം ഗൗരവത്തോടെ പറഞ്ഞു. ആക്ച്വലി സംഭവിക്കും. ആരവിന്റെ ശബ്ദം തണുത്തായിരുന്നു. യു ഓൾറെഡി ഹാവ് നോസിയോ. ഡോക്ടർ, ഇറ്റ്സ് ഓക്കെ, കുറച്ചേ കഴിക്കൂ. നോ. ആ ഒരൊറ്റ വാക്കിൽ റൂം മുഴുവൻ സൈലന്റ് ആയി. ആരോ പതിയെ അനന്യയുടെ IV ലൈൻ ചെക്ക് ചെയ്തു. പക്ഷെ സംസാരിച്ച വിവേകിനോട് തന്നെയായിരുന്നു. ഡിസ്ചാർജ് ആയ ശേഷം വാട്ട് ഓർ ഷീ വാണ്ട് ഷീ ക്യാൻ ഈറ്റ്. പിന്നെ അനന്യയിലേക്ക് തിരിഞ്ഞു. ബട്ട് അണ്ടിൽ ദെൻ ഞാൻ പറയുന്നത് കേൾക്കൂ.
ആ ടോൺ കേട്ട് അന്യയുടെ ശ്വാസം മുട്ടി. അത് കമാൻഡ് പോലെയായിരുന്നു. പക്ഷെ അതിനിടയിൽ അവൾക്ക് മാത്രം മനസ്സിലാവുന്ന പഴയ സ്നേഹം ഒളിഞ്ഞിരുന്നു. ഫൈൻ, ഡോക്ടർ സാബ് പറയുന്ന പോലെ തന്നെ ആട്ടെ. വിവേക് ചെയറിൽ നിന്ന് പിന്നോട്ട് ചാഞ്ഞു. ആരും ഒന്നും മറുപടി അറിഞ്ഞില്ല. നോട്ട്സ് എഴുതി നഴ്സിനോട് ഇൻസ്ട്രക്ഷൻ കൊടുത്ത ശേഷം പുറത്തേക്ക് പോയി. അനന്യ ബ്ലാങ്കറ്റ് ശരിയാക്കി കിടന്നു. അവൾക്ക് കേക്ക് വേണ്ടിയിട്ടായിരുന്നില്ല, പക്ഷെ ആരോ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത് അവളെ കൺഫ്യൂസ്ഡ് ആക്കിയായിരുന്നു. വൈകുന്നേരം റൂം ഡോർ വീണ്ടും തുറന്നു. വിവേകം മരുന്ന് വാങ്ങാൻ പുറത്തു പോയതായിരുന്നു. ഈ പ്രാവശ്യം ആരോ മാത്രം. കയ്യിൽ ചെറിയൊരു വൈറ്റ് ബോക്സ് ഉണ്ടായിരുന്നു. അനന്യ അവനെ നോക്കി. ആരവിന്റെ ചുണ്ടിൽ ചെറുതായൊരു ചിരി വന്നു. ഓപ്പൺ ദിസ്. അവൾ സംശയത്തോടെ ബോക്സ് തുറന്നു. അകത്ത് ചെറിയ ഷുഗർലെസ് ബ്ലൂബെറി കേക്ക്. അനന്യ അമ്പരുന്നവനെ നോക്കി. ഷുഗർ ഫ്രീ. അവൻ കാഷ്വലായി പറഞ്ഞു. ഡോക്ടർ അപ്രൂവ്ഡ്. ഇതൊക്കെ അൺനെസസറിയാണ്. അൺനെസസറി അല്ല. അവൻ ചെയർ വലിച്ച് അവിടെ അടുത്തിരുന്നു. രാവിലെ മുതൽ നീ കേക്ക് നോക്കി ഡിസപ്പോയിന്റഡ് ആയിരുന്നു. അവളുടെ കണ്ണുകൾ പെട്ടെന്ന് അവനിലേക്ക് ഉയർന്നു. അതുപോലും ശ്രദ്ധിച്ചിരുന്നു. അവൾ മനസ്സിൽ ചിന്തിച്ചു. അവൾ ബോക്സ് അടച്ചു. എനിക്ക് വേണ്ട. വൈ? ബിക്കോസ് ഞാൻ പേഷ്യൻ്റ് അല്ലേ. ഫോഴ്സ് ചെയ്ത് കഴിപ്പിക്കണ്ട. ആരോ കുറച്ചു നേരം അവൾ നോക്കി നിന്നു. പിന്നെ പ്ലാസ്റ്റിക് സ്പൂണിൽ ചെറിയ പീസ് കട്ട് ചെയ്തു. ഓപ്പൺ യുവർ മൗത്ത്. നോ. ആരോ അവളുടെ അടുത്തേക്ക് ചാഞ്ഞു. അനന്യ. ഇല്ല. ഡോണ്ട് ബി സ്റ്റബൺ. ഒരു നിമിഷം ഇരുവരുടെയും കണ്ണുകൾ തമ്മിൽ ഉടക്കി. പിന്നെ ആരോ പെട്ടെന്ന് അവളെ കവിളിൽ വിരൽ തട്ടി. ഗുഡ് ഗേൾ ആയിട്ട് കഴിക്കുക. അവൾ ഷോക്കായി അവനെ നോക്കി. ഡിഡ് യു ജസ്റ്റ് ഓപ്പൺ? അവന്റെ ശബ്ദം ഇത്തവണ വളരെ സോഫ്റ്റ് ആയിരുന്നു. ആ സോഫ്റ്റ്നെസ് അവൾ ഒരിക്കലും ഏറ്റവും സേഫായി ഫീൽ ചെയ്തിരുന്ന സെയിം ടോൺ. അറിയാതെ അവൾ വായി തുറന്നു. ആരോ ചെറിയ പീസ് അവൾ കൊടുത്തു. ഗുഡ്. അനന്യ സ്ലോലി തലകുലുക്കി. അവന്റെ മുഖത്ത് പതിയെ ഒരു ആശ്വാസം തെളിഞ്ഞു. അവൾ സ്പൂൺ പിടിക്കാൻ ശ്രമിച്ചപ്പോൾ ആരോ പിന്നോട്ട് വലിച്ചു. ഐ വിൽ ഫീഡ് യു. ആരോ? ജസ്റ്റ് ഈറ്റ് ക്വൈറ്റ്ലി. അവൻ ഓരോ സ്പൂൺ വളരെ ശ്രദ്ധയോടെ കൊടുക്കുമ്പോൾ അനന്യയുടെ മനസ്സിന്റെ താളം തെറ്റാൻ തുടങ്ങിയിരുന്നു. ആരോ സ്പൂൺ വീണ്ടും കേക്കിലേക്ക് നീട്ടുമ്പോൾ അനന്യ അവന്റെ കൈ പിടിച്ചു. മതി. ഏയ്, 2 more bites. ഡോക്ടേഴ്സ് ഓർഡർ ആണോ? ആബ്സല്യൂട്ട്ലി. എൻ്റെ പേഷ്യൻ്റെ ഹെൽത്ത് എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അവൾക്ക് ചെറുതായി ചിരി വന്നു. ആ ചിരി കണ്ടപ്പോൾ ആരോ കുറച്ച് നിമിഷം അവൾ നോക്കി നിന്നു. അവൾ പഴയതുപോലെ തന്നെയായിരുന്നു. ചിരിക്കുമ്പോൾ കണ്ണുകൾ ചെറുതായി കെറുവാകുന്ന പോലെ. അവൻ പെട്ടെന്ന് കണ്ണു മാറ്റി ത്രോട്ട് ക്ലിയർ ചെയ്തു. വിവേക്, അവൻ കാഷ്വലായി ചോദിക്കാൻ ശ്രമിച്ചു. ഹൗ ലോങ് ഹാവ് യു ടു ബീൻ ടുഗദർ? അന്നയുടെ കൈ നിശ്ചലമായി. അവന്റെ ടോൺ കാഷ്വലായിരുന്നെങ്കിലും കണ്ണുകളിൽ ടെൻഷൻ വ്യക്തമായിരുന്നു. വൈ? അവൾ പുരികമയത്തി ചോദിച്ചു. ഏയ്, ജസ്റ്റ് ആസ്കിങ്. അവൾ ബെഡിലേക്ക് ചാഞ്ഞു. ഓൾമോസ്റ്റ് 3 years. ആരവിന്റെ വിരലുകൾ സ്പൂണിൽ മുറുകി. 3 years? യാ. അവൾ പതുക്കെ തലകുലുക്കി. സീരിയസ് റിലേഷൻഷിപ്പാണോ? അനന്യ അവന്റെ മുഖം ശ്രദ്ധിച്ചു. മുഖം വലിഞ്ഞു മുറുകി, കണ്ണുകൾ ചുവന്നു. അവനുമല്ലാത്തൊരു പോസിറ്റീവ്നെസ് ഫീൽ ഉണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. അതറിഞ്ഞ നിമിഷം അവളുടെ ഹൃദയം വിചിത്രമായി മിടിച്ചു. യെസ്, സീരിയസ്. അവൾ മനഃപൂർവ്വം പറഞ്ഞു. വിവേകനെ നല്ലപോലെ നോക്കുന്നുണ്ട്. ആക്ച്വലി എനിക്ക് അസുഖം വരുമ്പോൾ വിവേക് വളരെ കെയറിങ്ങാണ്. ആ വാക്ക് കേട്ടപ്പോൾ ആരോ നേരെ അവളെ നോക്കി. കെയറിങ്? അവന്റെ ശബ്ദം വളരെ കടുത്തിരുന്നു. ഒരു നിമിഷം സൈലൻസ്. പിന്നെ ആരോ സ്പൂൺ ടേബിളിലേക്ക് വെച്ചു. സ്ലോലി അവളുടെ മുഖത്തിന്റെ അടുത്തേക്ക് ചാഞ്ഞു. ദെൻ ഹി ഷുഡ് നോ വൺ തിങ്. അന്നയുടെ ശ്വാസം കുടുങ്ങി. എന്ത്? ആരവിന്റെ കണ്ണുകൾ നേരെ അവളുടെ കണ്ണുകളിൽ പതിഞ്ഞു. നോ മാറ്റർ ഹൗ മച്ച് ഹി കെയർസ് ഫോർ യു. അവൻ പതിയെ പറഞ്ഞു. നിന്റെ പെയിൻ കണ്ടാൽ അന്നും ഇന്നും ഫസ്റ്റ് പാനിക്കാവുന്ന ഞാൻ തന്നെയാണ്. അവളുടെ ഹൃദയം ഒരു നിമിഷം നിൽക്കുന്ന പോലെ തോന്നി. ആരോടെന്നെ പിന്നോട്ട് മാറി പ്രൊഫഷണൽ മാസ്ക് വീണ്ടും മുഖത്തിട്ടു. നോ സ്ലീപ്പ്. ആന്റിബയോട്ടിക്സ് കഴിഞ്ഞാൽ ക്ഷീണം വരും. അവൻ എഴുന്നേറ്റ് പോകാൻ തിരിഞ്ഞപ്പോൾ അനന്യ മൃദുവായി പറഞ്ഞു. പേഷ്യന്റ് ആയതുകൊണ്ടുള്ള പാനിക്കാണോ? അവന്റെ കാലുകൾ നിശ്ചലമായി. 2 നിമിഷം കഴിഞ്ഞ് അവൻ പിന്നോട്ട് നോക്കാതെ മറുപടി പറഞ്ഞു. ഡോക്ടേഴ്സ് ഡോണ്ട് ഗെറ്റ് പാനിക്. പിന്നെ ചെറിയൊരു നിശബ്ദത. ബട്ട് എ മാൻ ഇൻ ലവ് ഡു. അവൻ മറുപടി കാത്തിൽക്കാ പുറത്തേക്ക് പോയി. അനന്യ ഒരു നിമിഷം തരിച്ചിരുന്നു. ആ വാക്കുകൾ അവിടെ ആഴത്തിൽ കുത്തിയിറങ്ങി. ആ രാത്രി മുഴുവൻ അനന്യക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ബട്ട് എ മാൻ ഇൻ ലവ് ഡു. ആരവിന്റെ വാക്കുകൾ വീണ്ടും വീണ്ടും അവിടെ മനസ്സിൽ മുഴങ്ങി. 4 വർഷത്തിന് ശേഷം അവൻ ഇപ്പോഴും. ആൾ കണ്ണുകൾ അടച്ചു. ഇല്ല, എനിക്കിനി ഒന്നും ചിന്തിക്കണ്ട. അടുത്ത ദിവസം രാവിലെ ആന്റിബയോട്ടിക്സ് കാരണം തലറക്കുണ്ടായതുകൊണ്ട് അനന്യ ബെഡിൽ വിവേകിന്റെ ഷോൾഡറിലേക്ക് ചാഞ്ഞിരുന്നു. തലവേദനയുണ്ടോ? വിവേക് മുടിയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു. ഉറക്കം കുറവാ, അതാ. ആൾ കണ്ണുകൾ അടച്ചുകൊണ്ട് ചെറിയൊരു ദീർഘനിശ്വാസം വിട്ടു. അപ്പോഴാണ് റൂം ഡോർ തുറന്നു. മോർണിംഗ് റൗണ്ട്സ്. ആരവിന്റെ ശബ്ദം കേട്ട നിമിഷം അനന്യ കണ്ണു തുറന്നു. അവന്റെ കൂടെ ഡോക്ടർ മായ ഉണ്ടായിരുന്നു. മായയെ കണ്ട നിമിഷം അനന്യയുടെ മുഖം മാറി. കാരണം 4 വർഷം മുമ്പ് തന്റെ ജീവിതം മാറ്റിമറിക്കാൻ കാരണമായ ആളുകളിൽ ഒരാൾ അവളായിരുന്നു.
ആരവിന്റെ കണ്ണുകൾ നേരെ അനന്യ വിവേകിന്റെ ഷോൾഡറിൽ ചായച്ചിരിക്കുന്നതിലേക്ക് പോയി. ഒരു നിമിഷം അവന്റെ മുഖം കടുപ്പമായി. മുഖം വലിഞ്ഞു മുറുകി. കയ്യിലെ ഫയൽ പിടിച്ച് അവൻ ഞെരിച്ചു. പെയിനിപ്പോ എങ്ങനെയുണ്ട്? അവൻ പ്രൊഫഷണലായി ചോദിക്കാൻ ശ്രമിച്ചു. അനന്യ നേരെ ഇരുന്നു. ഫീലിംഗ് ബെറ്റർ. പക്ഷെ അവന്റെ കണ്ണുകൾ വീണ്ടും വിവേകിന്റെ കയ്യിലേക്ക് പോയി. ഇപ്പോഴും അവളുടെ ഷോൾഡറിലായിരുന്നു അത്. മായ അതെല്ലാം ശ്രദ്ധിച്ചു. അവൾ ചെറുതായി ചിരിച്ചു. സീ ആരും? അവൾ പരിഹാസത്തോടെ പറഞ്ഞു. ഷീ ക്ലിയർലി മൂഡ് ഔട്ട്. അനന്യയുടെ മുഖം കടുപ്പമായി. പക്ഷെ മായ നിർത്തിയില്ല. നീ മാത്രമാ ഇപ്പോഴും പാസ്റ്റ് പിടിച്ച് ജീവിക്കുന്നത്. ആൾക്ക് വേറെ ആളെ കിട്ടി നോക്ക്, അതിനവളെ ഹാപ്പിയാ. ആരോ ഒന്നും പറഞ്ഞില്ല. പക്ഷെ അവന്റെ കണ്ണിൽ തീ കത്തിയായിരുന്നു. അനന്യക്ക് ദേഷ്യം കയറി. ഡോക്ടർ മായ, ആം ഐ റോങ്? മായ വീണ്ടും ചോദിച്ചു. 4 years ആയില്ലേ ആരും? ഇനി ഇവിടെ ഓർത്ത് ലൈഫ് കളയുന്നതിനാ? അവള് നിന്നെ വിട്ടുപോകാൻ കാരണം ഞാനാണെന്ന് പറഞ്ഞ് കഴിഞ്ഞ 4 വർഷം നീ എന്നെ ആട്ടി അകറ്റിയില്ലേ? ഈ 4 കൊല്ലം അവളെ തേടി ഭ്രാന്തനെ പോലെ നീ അലഞ്ഞില്ലേ? അവൾക്ക് ഒരുത്തൻ പോയാൽ മറ്റൊരുത്തൻ, അത്രയേ ഉള്ളൂ. കണ്ടില്ലേ അവനെയും കെട്ടിപ്പിടിച്ചിരിക്കുന്നത്. അതുവരെ സൈലന്റ് ആയിരുന്ന വിവേക് പെട്ടെന്ന് എഴുന്നേറ്റു. അവന്റെ മുഖം ദേഷ്യം കൊണ്ട് വിറക്കുന്നുണ്ടായിരുന്നു. വാട്ട് ദ ഹെൽ ഈസ് റോങ് വിത്ത് യു? അതുവരെ ഉണ്ടായിരുന്ന വിവേക് പൊട്ടിത്തെറിച്ചു. മായ ഒന്ന് ഞെട്ടി അവരെ നോക്കി. എക്സ്ക്യൂസ് മീ ഒന്നുമില്ല. വിവേകിന്റെ ശബ്ദം ദേഷ്യത്തിൽ വിറച്ചു. നിങ്ങൾക്കൊരു ഡോക്ടറാണോ? പേഷ്യന്റ് റൂമിൽ കയറി അവരുടെ പേഴ്സണൽ ലൈഫ് എടുത്ത് ഇൻസൾട്ട് ചെയ്യാനാണോ പഠിച്ച്? മായ മുഖം ചൊളിച്ചു. മിസ്റ്റർ വിവേക്, ഞാൻ വെറും എന്ത്? അവനിടയ്ക്ക് തടഞ്ഞു. അവൾ ഓൾറെഡി 4 വർഷമായി ഡിപ്രഷന് ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ടിരിക്കുക. അത് കൂട്ടാനാണോ നിങ്ങൾ കിടന്ന് ഒച്ചയുണ്ടാക്കുന്നത്? അനന്യ തലതാഴ്ത്തിയിരുന്നു. അവളുടെ വിരലുകൾ വിറക്കിയായിരുന്നു. അത് കേട്ട് ആരോ ഞെട്ടിക്കൊണ്ട് അനന്യയുടെ മുഖത്തേക്ക് നോക്കി. ഫസ്റ്റ് ഓഫ് ഓൾ, വിവേക് പല്ലിയരിച്ച് പറഞ്ഞു, അവളെന്റെ പെങ്ങളാ. മുറി ഒരു നിമിഷം നിശബ്ദമായി. ആരവിന്റെ കണ്ണുകൾ പെട്ടെന്ന് വിവേകിലേക്ക് തിരിഞ്ഞു. മായ വിശ്വസിക്കാനാവാൻ നിന്നു. എന്ത്? അതെ. വിവേക് അനന്യയുടെ തോളിൽ കൈ വെച്ചു. എന്റെ സ്വന്തം സഹോദരി. അനന്യയുടെ കണ്ണുകൾ നിറഞ്ഞു. ഞാൻ അവളെ കെയർ ചെയ്യുന്നത് ബിക്കോസ് ഷീസ് മൈ സിസ്റ്റർ. ഈ ലോകത്ത് എനിക്ക് സ്വന്തം എന്ന് പറയാൻ എനിക്ക് അവള് മാത്രമേ ഉള്ളൂ, അല്ലാതെ നിങ്ങൾ ചിന്തിക്കുന്ന പോലെയല്ല. അവൻ മായയെ നോക്കി പറഞ്ഞു. മായയുടെ മുഖം പതിയെ വിളറി. 4 വർഷം മുമ്പ് എന്ത് സംഭവിച്ചെന്ന് എനിക്ക് മുഴുവൻ അറിയില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലായി. അന്ന് നിങ്ങൾ ചെയ്തു ഇന്നിപ്പോൾ പറയുന്നത് തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. 4 വർഷം മുമ്പ് ഒരു ക്യാമ്പ് കഴിഞ്ഞ് വന്നാൽ പിന്നീട് ശരിക്കും ചിരിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല. എന്താണെന്ന് എത്ര ചോദിച്ചാൽ അവൾ വിശദീകരിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അവൾ ഒരുപാട് സ്നേഹിച്ചു, അത് തെറ്റായി പോയെന്ന് മാത്രം പറഞ്ഞു. മിസ്റ്റർ വിവേക്, മായ പതികൊണ്ട് വിളിച്ചു. സ്റ്റോപ്പ് ഇറ്റ്! അവൻ അലറി. നിങ്ങളൊരു ഡോക്ടറാണ്. പേഷ്യൻസിനെ ഹീൽ ചെയ്യേണ്ട ആളുകൾ. അവരുടെ പഴയ മുറിവ് കീറി വേദനിപ്പിക്കേണ്ട ആൾക്കാരല്ല. അതുവരെ സൈലന്റ് ആയി നിന്ന ആരോ പെട്ടെന്ന് മായയിലേക്ക് തിരിഞ്ഞു. മുഖം മുഴുവൻ കോപം കൊണ്ട് നിറഞ്ഞിരുന്നു. മായ! അവന്റെ ശബ്ദം അത്ര കടുത്തിരുന്നു. മായ പോലും ഞെട്ടി പിന്നോട്ട് മാറി. ആരോ? വേണ്ട, ഇനി നീ ഒരു വാക്കും സംസാരിക്കണ്ട. മായയുടെ കണ്ണുകൾ നിറഞ്ഞു. നിനക്കറിയാമോ നീ എന്താണ് ചെയ്തെന്ന്? ആരവിന്റെ ശബ്ദം വിറക്കാൻ തുടങ്ങി. അന്ന് നീ ഉണ്ടാക്കിയ മിസ്അണ്ടർസ്റ്റാൻഡിംഗ് കൊണ്ടാ എനിക്ക് അവളെ നഷ്ടമായത്. അനന്യയുടെ കണ്ണുകൾ പെട്ടെന്ന് ഉയർന്നു. ആരോ മായയെ നോക്കിയിരുന്നു. കണ്ണുകൾ ചുവന്നിരുന്നു. ഞാൻ നിന്നെ നല്ലൊരു ഫ്രണ്ടായിട്ടാണ് കണ്ടത്. അവൻ വേദനയോടെ ചിരിച്ചു. പക്ഷെ നീ പറഞ്ഞൊരു കള്ളം, ഒരു മാനിപ്പുലേഷൻ, അത് മതിയായിരുന്നു എന്റെ ജീവിതം തകർക്കാൻ. മായ തലവിനിച്ചു. ആരോ പ്ലീസ്, ഞാൻ അന്ന്... നീ എന്ത്? അവൻ ശബ്ദമുയർത്തി. നിനക്ക് എന്നെ ഇഷ്ടമായിരുന്നു, അതുകൊണ്ട് നീ അവളെ തെറ്റിദ്ധരിപ്പിച്ചു. ഞാൻ നിന്നോടൊപ്പം ഉണ്ടെന്ന് അവളെ വിശ്വസിപ്പിച്ചു. അനന്യയുടെ ശ്വാസം വിലങ്ങി. അവള് കരഞ്ഞുകൊണ്ട് എന്നിൽ നിന്ന് ഓടിപ്പോയ ദിവസം എനിക്കൊരു എക്സ്പ്ലനേഷൻ പറയാൻ പോലും ചാൻസ് കിട്ടിയില്ല. ആരവിന്റെ ശബ്ദമിടറി. മുറി മുഴുവൻ നിശബ്ദമായി. ഈ 4 വർഷം ഓരോ ദിവസം ഞാൻ അവളെ തെരഞ്ഞെടുന്നു. ഒരിക്കലെങ്കിലും കണ്ട എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാന്ന് കരുതി. അനന്യയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ പതിയെ ഒഴുകി. ആരോ മായയെ നോക്കി പറഞ്ഞു. പക്ഷേ ഇപ്പോഴും നീ മാറിയിട്ടില്ല. അവന്റെ മുഖം മുറുകി. ഒരു പേഷ്യന്റിന്റെ മെന്റൽ സ്റ്റേറ്റ് പോലും നോക്കാതെ നീ വീണ്ടും ഹേർട്ട് ചെയ്തു. മായ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ഞാൻ നിന്നെ സ്നേഹിച്ചോണ്ട. അത് സ്നേഹമല്ല. ആയിരുന്നെങ്കിൽ നീ എന്നെ സ്നേഹിച്ചിരുന്നെങ്കിൽ എന്റെ ഹാപ്പിനെസ് നീ നശിപ്പിക്കില്ലായിരുന്നു. ആ വാക്കുകൾ കേട്ട് മായ മിണ്ടാ നിന്നു. ഗെറ്റ് ഔട്ട്! ആരോ അലറി. മായ കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. ആരോ പതിയെ അനന്യയിലേക്ക് നോക്കി. അവളുടെ കണ്ണുകളിൽ വേദനയും ഞെട്ടലും നിറഞ്ഞിരുന്നു. ആരോളെ നോക്കി നിമിഷം അവന്റെ ശബ്ദം താഴ്ന്നു. നിന്നെ നഷ്ടപ്പെട്ട് ഇന്നും ഞാൻ സർവ് ചെയ്തിട്ടില്ല അനന്യ. ആ വാക്കുകൾ കേട്ട നിമിഷം അവളുടെ ഹൃദയം തകർന്നു പോയ പോലെ തോന്നി. വിവേക് കുറച്ച് നിമിഷങ്ങൾ രണ്ടുപേരെയും നോക്കി നിന്നു. അനന്യയുടെ കണ്ണുകളിൽ നിറഞ്ഞ കണ്ണുനീരും ആരവിന്റെ തകർന്ന മുഖവും കണ്ടപ്പോൾ അവന്റെ ദേഷ്യം പതുക്കെ അലിയാൻ തുടങ്ങി. അവൻ പതിയെ അനന്യയുടെ തലയിൽ കൈവച്ചു. ഞാൻ പുറത്തുണ്ടാവും. അവൻ പറഞ്ഞ് വിവേക് റൂമിൽ നിന്ന് പുറത്തേക്ക് നടന്നു. ഡോറടഞ്ഞ ശബ്ദം കേട്ടതും മുറിയിലൊരു ഭാരമുള്ള നിശബ്ദത നിറഞ്ഞു. ആരവും അനന്യയും തമ്മിൽ നോക്കി നിന്നു. 4 വർഷത്തെ വേദന, തെറ്റിദ്ധാരണ, പ്രണയം എല്ലാ കണ്ണുകളിലുണ്ടായിരുന്നു. അനന്യയുടെ കണ്ണുനീര് വീണ്ടും ഒഴുകി. ആരോ? അവന്റെ പേര് വിളിച്ച നിമിഷം തന്നെ ആരവിന്റെ നിയന്ത്രണം തകർന്നു. അവൻ വേഗത്തിലൂടെ അടുത്തേക്ക് ചെന്നു. ഏയ്, ഡോണ്ട് ക്രൈ പ്ലീസ്. പക്ഷെ അനന്യ കരഞ്ഞുകൊണ്ട് അവന്റെ ഷർട്ടിൽ പിടിച്ചു. ഐ ആം സോറി.
അവളുടെ ശബ്ദം കുറച്ചു. നീ പറയുന്ന ഒരു തവണ പോലും കേൾക്കാൻ ഞാൻ പോയി. ആരവിന്റെ കണ്ണുകൾ നിറഞ്ഞു. അല്ല, തെറ്റ് എൻ്റെ കൂടെ ആയിരുന്നു. ആനയുടെ മുഖം കൈകളിൽ കോരിയെടുത്തു. ഞാൻ നിന്നെ പിടിച്ചു നിർത്തണമായിരുന്നു, എങ്ങനെയെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യണമായിരുന്നു. പക്ഷെ ഞാൻ നിന്നെ വിശ്വസിച്ചില്ലല്ലോ ആരോ. അവനവളെ ശക്തമായി നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. അനന്യയും കരഞ്ഞുകൊണ്ട് അവനെ മുറുകെ പിടിച്ചു. 4 വർഷത്തെ അകലം ആ ഒരു കെട്ടിപ്പിടിയിൽ ഇല്ലാതെയായി. എവരിഡേ ആരോ അവളുടെ മുടിയിൽ മുഖമമർത്തി മുറുമുറുത്തു. എവരി സിംഗിൾ ഡേ ഐ മിസ്ഡ് യു. ഞാനും. ആരോ പതുക്കെ അവളിൽ നകന്നു. അവളുടെ കണ്ണുനീർ വിരലാൽ തുടച്ചു. ഇനി പോവരുത്. അനന്യ ചെറുതായി കരഞ്ഞുകൊണ്ട് ചിരിച്ചു. ഇനി എവിടെയും പോയില്ല ഡോക്ടർ സർ. ആരവിന്റെ ചുണ്ടിൽ വേദന കളഞ്ഞൊരു ചിരി വന്നു. അടുത്ത നിമിഷം അവൻ പതുക്കെ അവളുടെ നെറ്റിയിൽ ചുണ്ട് ചേർത്തു. പിന്നെ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. ക്യാൻ ഐ കിസ് യു? അനന്യ മറുപടി പറഞ്ഞില്ല. കരഞ്ഞ കണ്ണുകളോടെ അവന്റെ ഷർട്ടിൽ പിടിച്ച അവൾ അവനോട് കൂടുതൽ ചേർന്നു. അതായിരുന്നു അവന് വേണ്ട മറുപടി. ആരോ വളരെ പതുക്കെ അവളുടെ ചുണ്ടുകളിൽ ചുംബിച്ചു. ഈ തവണ അതിൽ ആവേശത്തേക്കാൾ സമാധാനമായിരുന്നു. വീണ്ടും സ്വന്തമാക്കിയ പ്രണയത്തിന്റെ ആശ്വാസം. അവൾ കണ്ണുകളടച്ച് അവനെ ചേർത്ത് പിടിച്ചപ്പോൾ ആരവിനൊടുവിൽ തന്റെ ലോകം തിരികെ കിട്ടിയ പോലെ തോന്നി. 1 വർഷത്തിന് ശേഷം ലേബർ റൂമിന് പുറത്തേക്ക് വിവേക് ടെൻഷൻ കൊണ്ട് നടന്നുകൊണ്ടിരുന്നു. ഇത്ര നേരായല്ലോ. അവൻ വീണ്ടും ക്ലോക്കിലേക്ക് നോക്കി. നേഴ്സ് ചിരിച്ചു. സർ റിലാക്സ്, ഡോക്ടർ ആരോ അകത്തുണ്ട്. അതാ പേടി. വിവേക് തലപിടിച്ചു. ആ ഡോക്ടർ കം ഹസ്ബൻഡ് ടെൻഷൻ കൊണ്ട് എന്തൊക്കെ കാണിച്ചു കൂട്ടുന്ന പോലും അറിയില്ല. അകത്ത് അനന്യ വേദന കൊണ്ട് ആരവിന്റെ കൈ മുറുക്കി പിടിച്ചിരുന്നു. ആര്? ഞാനിവിടെ ഉണ്ടടി. ആനവളുടെ നെറ്റിയിൽ ചുംബിച്ചു. അവളുടെ കണ്ണുകളിൽ പേടി കണ്ടപ്പോൾ അവൻ ഉടനെ മുഖം താഴ്ത്തി. ഏയ് നോക്കുന്നേ. അനന്യ വേദനയ്ക്കിടയിൽ അവനെ നോക്കി. യു ആർ ദ സ്ട്രോങ്സ്റ്റ് ഗേൾ ഐ നോ. അവൾ കരഞ്ഞോണ്ട് ചിരിച്ചു. കള്ളം. ഡോക്ടേഴ്സ് കള്ളം പറയാറില്ലടി. അവൾ വീണ്ടും അവന്റെ കൈ മുറുക്കി പിടിച്ചു. കുറച്ച് നിമിഷങ്ങൾ ശേഷം ഒരു കുഞ്ഞിന്റെ കരച്ചിൽ ലേബർ റൂം മുഴുവൻ നിറഞ്ഞു. ആരവിന്റെ കണ്ണുകൾ നിറഞ്ഞു. ആദ്യമായി അവന്റെ കുഞ്ഞിനെ എടുത്തപ്പോൾ അവന്റെ കൈകൾ വിറച്ചു. അവൻ വിറക്കുന്ന വിരലുകളോടെ കുഞ്ഞിനെ നോക്കി. പിന്നെ പതുക്കെ അനന്യയുടെ അടുത്തേക്ക് ചെന്നു. നോക്ക്. അവന്റെ ശബ്ദം നേർന്നിരുന്നു. നമ്മുടെ കുഞ്ഞ്. അനന്യ കണ്ണുനീരിനിടയിലും ചിരിച്ചു. ആരോ താഴ്ന്ന അവളുടെ നെറ്റിയിൽ നീണ്ടൊരു ചുംബനം നൽകി. ഐ ലവ് യു കാന്താരി. അവൻ നിറഞ്ഞ കണ്ണുകളോടെ പറഞ്ഞു. ഐ ലവ് യു ടു ഡോക്ടർ സർ. ഒരു കുറുമ്പോടെ അവൾ പറഞ്ഞു. ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക. താങ്ക് യു.